بسم الله الرحمن الرحيم وعباد الرحمن الذين يمشون على الأرض هونا وإذا خاطبهم الجاهلون قالوا سلاما والذين يبيتون لربهم سجدا وقياما والذين يقولون ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما والذين إذا أنفقوا لم يسرفوا ولم يقتروا وكان بين ذلك قواما والذين لا يدعون مع الله إلها آخر ولا يقتلون النفس التي حرم الله إلا بالحق ولا يزنون ومن يفعل ذلك يلقى أثاما يضاعف له العذاب يوم القيامة ويخلد فيه مهانا إلا من تاب وآمن وعمل عملا صالحا فأولئك يبدل الله سيئاتهم حسنات وكان الله غفورا رحيما ومن تاب وعمل صالحا فإنه يتوب إلى الله متابا والذين لا يشهدون الزور وإذا مروا باللغو مروا كراما والذين إذا ذكروا بآيات ربهم لم يخروا عليها صما وعميانا. السلام عليكم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له نشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آله وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين ومن تبعهم بإحسان إلى يوم الدين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والذين لا يشهدون الزور وإذا مروا باللغو مروا كراما والذين إذا ذكروا بآيات ربهم لم يخروا عليها صما وعميانا. صدق الله العلي العظيم. صدق وبلغ رسوله النبي الكريم
ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. وخالق الصلحاء فالصلح بهم لأنهم في وجوه الأرض أقمار مع الكنيف إذا ما سال مختلفا بماء نهر فزالت منه أقطار. يا رب صل على من هل بالحرم طه الرسول الذي قد خص بالكرم. يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. ബഹുമാനികളെ, അല്ലാഹുവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് അല്ലാഹുവിന്റെ പ്രിയപ്പെട്ട അടിമകളുടെ സവിശേഷതകൾ സൂറത്തുൽ ഫുർഖാനിൽ നിന്നും നാം പറഞ്ഞതിന്റെ ബാക്കി ഭാഗമാണ് ഇന്ന് സംസാരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് രണ്ട് സവിശേഷതകൾ ഖുർആനിൽ ഇവിടെ പ്രത്യേകം പറഞ്ഞത് ഇന്ന് സംസാരിക്കും. ബാക്കിയുള്ളത് ഇൻഷാ അല്ലാഹ് നാളെ ദിക്ർ ഹൽഖയോടനുബന്ധിച്ച് നടക്കുന്ന പരിപാടിയിലും സംസാരിക്കും. അല്ലാഹു പറയുന്നു, വല്ലദീന ലാ യശ്ഹദൂന الزൂറ വഇദാ മറൂ ബില്ലഗ്വി മറൂ കിറാമാ. ആ മഹാന്മാർ എല്ലാവിധത്തിലും സ്വഭാവം സംസ്കരിച്ച് അല്ലാഹുവിന് തന്നെ ജീവിതം അർപ്പിച്ച് അവരിൽ പ്രതീക്ഷയർപ്പിച്ച് ആരെയും ശല്യം ചെയ്യാതെ എല്ലാവരോടും സമാധാനത്തിന്റെ സന്ദേശം പ്രചരിപ്പിച്ച് അല്ലാഹുവിനോട് പ്രാർത്ഥിച്ച് അല്ലാഹുവിന് സാഷ്ടാംഗം ചെയ്ത് നിസ്കരിച്ച് ജീവിക്കുന്ന ആ മഹാന്മാർ വൻ പാപങ്ങളൊന്നും ചെയ്യാതെ വളരെ നല്ല ജീവിതം നയിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ആ മഹാന്മാർ അവരുടെ വലിയ ഒരു സ്വഭാവമാണ് വല്ലദീന ലാ യശ്ഹദൂന الزൂറ വഇദാ മറൂ ബില്ലഗ്വി മറൂ കിറാമാ. അവർ തെറ്റായ ബാത്തിലായ ഒരു വിഷയത്തിലും അവർ ഹാജരാവുകയില്ല. അവർ കളവ് പറയുന്ന സ്ഥലത്ത്, കളവ് പ്രസംഗിക്കുന്ന സ്ഥലത്ത്, അതുപോലെ അസത്യത്തിന്റെ പ്രചാരണമായി സത്യത്തിനെതിരായി പ്രസംഗിക്കുന്ന സ്ഥലത്ത് അല്ലെങ്കിൽ പ്രസ്താവിക്കുന്ന സ്ഥലത്ത്, തെറ്റായ കാര്യങ്ങൾ പ്രവർത്തിക്കുന്ന സ്ഥലത്ത് അവർ ഹാജരാവുകയില്ല. വല്ലദീന ലാ യശ്ഹദൂന الزൂർ, ഒരു കളവിലും ഒരു ബാത്തിലായ സംഗതികൾക്കും അവർ ഹാജരാവുകയില്ല. ഈ ആയത്തിന്റെ തഫ്സീർ മഹാന്മാരായ ഖുർആൻ വ്യാഖ്യാതാക്കൾ വിശദമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. വീണ്ടും അല്ലാഹു പറയുന്നു, വൈദാ മറൂ ബില്ലഗ്വി മറൂ കിറാമാ. എന്ന് മാത്രമല്ല, അവർ ബാത്തിലായ ഒരു കാര്യത്തിന് പോയി ഹാജരാവുകയില്ല എന്ന് മാത്രമല്ല, അവർ പോകുന്ന വഴിക്കെങ്ങാനും ഒരു ബാത്തിലായ സംഗതിയോ ഒരു ആവശ്യമില്ലാത്ത കാര്യമോ ഒരു തെറ്റായ വിഷയമോ നടക്കുന്നുണ്ടെങ്കിൽ അവർ അതിനെ അവഗണിച്ചുകൊണ്ട് മാന്യത പുലർത്തി അതിലേക്ക് തിരിഞ്ഞു നോക്കാതെ അവർ അവരുടെ വഴിക്ക് നടന്നു പോകും. ശരിക്കും നിങ്ങൾ മനസ്സിലാക്കണം, അല്ലാഹു അവന്റെ പരിശുദ്ധ ഖുർആനിൽ അവൻ സ്വർഗം കൊടുക്കുന്ന
നരകത്തിൽ നിന്ന് മോചനം നൽകുന്ന മഹാന്മാരായ അടിമകളുടെ സവിശേഷത പറയുകയാണ്. ഈ ആയത്തിന്റെ തഫ്സീർ ഇമാം ഖുർത്തുബി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുന്നു. വല്ലദീന ലാ യശ്ഹദൂന അസ്സൂർ ഐ ലാ യഹ്ദൂറൂന അൽ-കദിബ വൽ ബാത്തില വലാ യുശാഹിദൂനഹു. കളവും സത്യമല്ലാത്ത വിഷയങ്ങളും എവിടെ ആര് സംസാരിക്കുന്നുണ്ടോ പ്രവർത്തിക്കുന്നുണ്ടോ ആര് അതിന്റെ പ്രചരണം നടത്തുന്നുണ്ടോ അവിടെ അവർ ഹാജരാവുകയില്ല. വലാ യുശാഹിദൂനഹു, അവർ കളവിന് സാക്ഷി നിൽക്കുകയും ഇല്ല, കള്ളസാക്ഷി പറയുകയും ഇല്ല. ഈ ആയത്തിന്റെ തഫ്സീർ വിശദീകരിച്ചുകൊണ്ട് വീണ്ടും ഇമാം ഖുർത്തുബി റളിയല്ലാഹു അൻഹു പറയുന്നു, വസ്സൂറു കുല്ലു ബാത്തിലിൻ ദുബ്ബിറ വസുഖരിഫ. സത്യത്തിന് എതിരായി, ഉള്ള വസ്തുതയ്ക്ക് എതിരായി ജനങ്ങളുടെ മുമ്പിൽ മോടിയാക്കി കാണിക്കപ്പെടുന്ന, ഉള്ളതിന് വിരുദ്ധമായി അഭിനയിക്കപ്പെടുന്ന, ഉള്ളതിന് എതിരായി തോന്നിപ്പിക്കപ്പെടുന്ന എല്ലാ വിഷയങ്ങളും സൂർ എന്ന് പറഞ്ഞതിൽ ഉൾപ്പെട്ടിരിക്കുന്നു. സഹോദരന്മാർ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ മഹാന്മാരായ പണ്ഡിതന്മാർ ഇതിന് വ്യാഖ്യാനം പറയുമ്പോൾ ഇതിൽ ഒരുപാട് വിഷയങ്ങൾ ഉൾപ്പെടുമെന്നാണ് പറയുന്നത്. ഇമാം തബരി റഹ്മത്തുള്ളാഹി അലൈഹി ഖുർആൻ വ്യാഖ്യാതാക്കളായ ഗ്രന്ഥങ്ങൾ രചിച്ച പണ്ഡിതന്മാരിൽ വളരെ നേരത്തെയുള്ള ആദ്യകാലത്ത് ജീവിച്ചുപോയ വലിയ ഹദീസ് പണ്ഡിതനും ഖുർആൻ വ്യാഖ്യാതാവുമാണ് ഇമാം തബരി റഹ്മത്തുള്ളാഹ്. മഹാനവരുടെ തഫ്സീറാണ് ലോകത്തിൽ ഏറ്റവും പ്രബലവും ഏറ്റവും വലുതുമായി ആദ്യം രചിക്കപ്പെട്ട തഫ്സീർ എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നുണ്ട്. ആ ഇമാം തബരി റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഇന്നല്ലാഹ അഖ്ബറ അൻ ഹൗലാഇൽ മുഅ്മിനീന അല്ലദീന മദഹഹും. ഈ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്തുതിച്ചു പറഞ്ഞ സത്യവിശ്വാസികൾ, ഈ വിശ്വാസികളെ സംബന്ധിച്ച് അല്ലാഹു പറയുന്നു, ബിഅന്നഹും ഇദാ മർറൂ ബില്ലഗ്വി മർറൂ കിറാമാ. അനാവശ്യവും തെറ്റായ സംഗതികളും നടക്കുന്ന സ്ഥലത്തുകൂടി അവർ നടന്നുപോയാൽ മർറൂ കിറാമാ, അവൻ മാന്യന്മാരായി നടന്നുപോകും. എന്താണ് ലഹു എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? മഹാനവറുകൾ പറഞ്ഞു, കുല്ലു കലാമിൻ ഔ ഫിഅലിൻ ബാത്തിൽ. ബാത്തിലായ, നിരർത്ഥകമായ, ശരിയല്ലാത്ത എല്ലാ പ്രവൃത്തിയും എല്ലാ സംസാരവും ലഹു എന്നതിൽ ഉൾപ്പെട്ടിരിക്കുന്നു. പിന്നെയും പറയുന്നു, ഔമായുസ്തഖ്ബഹു, മോശമായി കാണപ്പെടുന്ന എല്ലാ വാക്കുകളും അതിൽ ഉൾപ്പെട്ടിരിക്കുന്നു. ഫസബ്ബുൽ ഇൻസാനിൽ ഇൻസാന ബിൽ ബാത്തിലിൽ ലദീ ലാ ഹഖീഖത ലഹു മിനൽ ലഗ്വി. ചീത്ത പറയുക എന്നത് ലഹുവിൽപ്പെട്ടതാണ്. ഇതുപോലെ അതാ ഈ പറഞ്ഞ ആയത്തിൽ തന്നെ മനുഷ്യന്മാർ ചിലപ്പോൾ പച്ചയായി സെക്സ് പറയുന്ന ആളുകൾ ഉണ്ട്. അങ്ങനെ സെക്സ് പറയുന്ന, പച്ചയായി സെക്സ് പറയുന്നവരുടെ സദസ്സിലും അവർ ഇരിക്കുകയില്ല എന്ന് സൂചിപ്പിക്കുകയാണ്. എന്നിട്ട് വീണ്ടും ബഹുമാനപ്പെട്ടവർ പറയുകയാണ്, وكذلك تعظيم المشركين آلهتهم من الباطل الذي لا حقيقة لما عظموه على نحو ما عظموه. ഇതുപോലെ അവിശ്വാസികൾ, മുശ്രിക്കുകൾ, ആ മുശ്രിക്കുകൾ അവരുടെ ഇലാഹുകളെ, ദൈവങ്ങളെ പൂജിക്കുകയും മോടികൂട്ടുകയും എന്നിട്ട് അവരുടെ ഉത്സവങ്ങളിലും ആഘോഷങ്ങളിലുമൊക്കെ വളരെ ഭംഗിയായി പ്രകടിപ്പിക്കുകയും ചെയ്യുന്നു. അവിടെയൊന്നും തന്നെ ഈ ഈമാനുള്ള ജനങ്ങൾ പോയി നിൽക്കുകയോ, ഈമാനുള്ള ജനങ്ങൾ അതിൽ ഹാജരാവുകയോ, അങ്ങനെ കണ്ടാൽ തന്നെ അതിലേക്ക് അങ്ങോട്ട് നോക്കി ആനന്ദിക്കാനോ അതിൽ പങ്കെടുക്കാനോ അതിന് പ്രചോദനം നൽകാനോ ഈമാനുള്ള ജനങ്ങൾ സന്നദ്ധമാവുകയില്ല. ബഹുമാനപ്പെട്ടവർ വീണ്ടും പറയുന്നു, അതിന്റെ എല്ലാം പുറമെ ഈ പറഞ്ഞ വിഷയങ്ങളിൽ പെട്ടത് തന്നെയാണ് എന്തെല്ലാം മോശമായതിൽ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ വക്താക്കളുടെ കാഴ്ചപ്പാടിൽ മോശമായ എല്ലാ രാഗങ്ങളും, എല്ലാ പാട്ടുകളും, എല്ലാ മുട്ടുകളും, എല്ലാ ശബ്ദങ്ങളും ഈ പറഞ്ഞതിൽ ഉൾപ്പെട്ടത് തന്നെയാണ്. ആകയാൽ മഹാന്മാരായ ആളുകളുടെ സവിശേഷത وَإِذَا مَرُّوا بِالْبَاطِلِ فَسَمِعُوهُ أَوْ رَأَوْهُ مَرُّوا كِرَامًا مُرُورَهُمْ كِرَامًا فِي بَطْنِ ذَلِكَ بِأَنْ لَا يَسْمَعُوهُ.
അതേ മഹാന്മാരായ ആളുകൾ നിരർത്ഥകമായത് കേട്ടാൽ കേൾക്കാത്ത വിധത്തിൽ, കാണുന്ന രംഗത്തെത്തിയാൽ നോക്കാത്ത വിധത്തിൽ മാന്യന്മാരായി നടന്നു പോകുമെന്നാണ് ഇവിടെ പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. സുബ്ഹാനല്ലാഹ്. എന്നിട്ട് സഹോദരന്മാരെ, മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഒരു സ്ഥലത്ത് കൂടി പോകുമ്പോ ഒരു രാഗം കേട്ടു, അല്ലെങ്കിൽ ആവശ്യമില്ലാത്തത് കേട്ടു. മഹാനവറുകൾ അപ്പോൾ ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കാതെ വളരെ പെട്ടെന്ന് നടന്നു. ഈ സംഭവം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിഞ്ഞപ്പോൾ ഇൻ അസ്ബഹ ഇബ്നു മസ്ഊദിൻ കരീമൻ, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പരിശുദ്ധ ഖുർആൻ പറഞ്ഞ കിറാമുകൾ കരീമുകളുടെ പ്രവർത്തനം, മാന്യന്മാരുടെ പ്രവർത്തനം നടത്തിയെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിനെ പ്രശംസിച്ച് പറഞ്ഞിട്ടുണ്ടെന്നും ഇമാം തബരി റളിയല്ലാഹു അൻഹു പറയുകയാണ്. ഒന്നുകൂടി അവിടുന്ന് പറയുന്നു, അങ്ങനെ പോകുമ്പോൾ അത് തിരിഞ്ഞു നോക്കാതെ, മോശമായ പ്രവർത്തനങ്ങൾ തിരിഞ്ഞു നോക്കാതെ മാന്യത പുലർത്തിപ്പോകുന്നവരും അതുപോലെ അത്തരം സംഗതികളിലേക്ക് പോയി പങ്കെടുക്കാത്തവരുമാണ്. വല്ലദീന ലാ യശ്ഹദൂന ശൈഅൻ മിനൽ ബാത്തിലി ലാ ശിർകൻ വലാ ഗനാഅൻ വലാ കദിബൻ വലാ ഗൈറഹു വകുല്ലു മാ ലസിമഹു ഇസ്മുസ്സൂർ. അവിശ്വാസികളായ ആളുകൾ, ഈമാനില്ലാത്ത ജനങ്ങൾ അവരുടെ അവിശ്വാസത്തിന്റെ ഭാഗമായി നടത്തുന്ന പൂജകളും അതുപോലെ ഉത്സവങ്ങളും അവരുടെ ആഘോഷങ്ങളും അതുപോലെയുള്ള അവരുടെ അവിശ്വാസത്തിന്റെ ഭാഗമായി നടത്തുന്ന ശിർക്കിന്റെ പ്രവർത്തനങ്ങൾ, ആ ശിർക്കിന്റെ പ്രവർത്തനങ്ങൾ ബാത്തിലാണ്. അവിടെ ഈമാനുള്ള തഖ്വയുള്ള അല്ലാഹു പ്രിയപ്പെടുന്ന മുഅ്മിനീങ്ങൾ അവിടെ പോവുകയില്ല. അത്തരം സ്ഥലങ്ങളിൽ പോയി ഹാജരാവുകയോ അതിൽ പങ്കെടുക്കുകയോ അതിന്റെ സമീപത്ത് കൂടി പോവുകയാണെങ്കിൽ തന്നെ അതിലേക്ക് തിരിഞ്ഞു നോക്കുകയോ ഇല്ല. എന്റെ സഹോദരിമാരോട് ഞാൻ പറയട്ടെ, ഇന്നലെ ഞാൻ പ്രസംഗിക്കുന്ന സമയത്ത് പറഞ്ഞിരുന്നു, സ്ത്രീകൾ ജമാഅത്ത് പോലുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി പള്ളിയിലേക്ക് വരേണ്ടതില്ലെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതെന്ന്. എന്നാൽ ഇപ്പോഴുമില്ലേ ചില മുസ്ലിം സഹോദരിമാർ അമ്പലത്തിൽ നടക്കുന്ന ഉത്സവങ്ങൾ കാണാൻ പോകുന്നവർ, ചെറുപ്പക്കാരുമില്ലേ അമ്പലത്തിൽ നടക്കുന്ന ഉത്സവങ്ങളിൽ പോയി പങ്കെടുക്കുന്നവർ. ഞാൻ ചോദിക്കട്ടെ, പള്ളിയിൽ തന്നെ നിസ്കാരത്തിന് വേണ്ടി സ്ത്രീകളെ നിങ്ങൾ വരാൻ പാടില്ലെന്ന് പരിശുദ്ധ ദീനുൽ ഇസ്ലാം പറയുമ്പോൾ, ഇസ്ലാമിന്റെ വിശ്വാസങ്ങളോടും കർമ്മങ്ങളോടും ഒരു നിലക്കും യോജിക്കാത്ത ശിർക്കിന്റെ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന സ്ഥലത്ത് പോയി നിൽക്കുന്നതെങ്ങനെയാണ്? അവിടെ ഹാജരാകുന്നതെങ്ങനെയാണ്? പാടുണ്ടോ? ഒരിക്കലും തന്നെ. വല്ലദീന ലാ യശ്ഹദൂന അസ്സൂർ. പണ്ഡിതന്മാർ ഒന്നാമതായി പറയുന്ന കാര്യം ശിർക്കിന് ഹാജരാകാൻ പാടില്ല. ഞാൻ വേദനയോടെ പറയുകയാണ്. അതാ സുബ്ഹാനല്ലാഹ്, പർദ്ദയിട്ട സ്ത്രീകൾ പർദ്ദയും ധരിച്ചിട്ട് ശിർക്കിന്റെ പ്രവർത്തനങ്ങൾ നടക്കുന്ന സ്ഥലങ്ങളിൽ പോയി നിൽക്കുന്നില്ലേ? അത്തരം പരിപാടികൾ കാണാൻ വേണ്ടി റോട്ടുമ്മൽ വന്ന് നിൽക്കുന്നില്ലേ? അതിന് ഹാജരാകുന്നില്ലേ? വേറെ ചില ചെറുപ്പക്കാർ സുബ്ഹാനല്ലാഹ് മദ്യപിച്ചിട്ട് കള്ളും കുടിച്ചിട്ട് അമ്പലത്തിൽ പോയി പ്രശ്നമുണ്ടാക്കി നാട്ടിൽ കുഴപ്പമുണ്ടാക്കുന്നവരില്ലേ? വർഗീയത ഉണ്ടാക്കുന്നവരില്ലേ? മറ്റുള്ള കക്ഷികളുടെ ആവശ്യമില്ലാത്ത സ്ഥലങ്ങളിൽ പോയി പ്രശ്നമുണ്ടാക്കുന്നവരില്ലേ? ഒരിക്കലും തന്നെ പാടില്ല. നമുക്ക് ഇസ്ലാമിന്റെ നിർദ്ദേശം എന്താണ്? ഇസ്ലാമിന്റെ നിർദ്ദേശം എന്താണ്? മറ്റ് മതക്കാരോട് സൗഹാർദ്ദത്തിൽ ജീവിക്കണമെന്നാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു ഹൈന്ദവൻ ആരാധിക്കുന്ന അവന്റെ ആരാധ്യ വസ്തുക്കളെ ചീത്ത പറയാൻ പാടില്ല, ശ്രീകൃഷ്ണനെ ചീത്ത പറയാൻ പാടില്ല, ശ്രീരാമനെ തെറി പറയാൻ പാടില്ല, ശ്രീ അയ്യപ്പനെ തെറി പറയാൻ പാടില്ല. ഏതെങ്കിലും ഒരു ഹൈന്ദവൻ അവൻ ആരാധിക്കുന്ന അവന്റെ ദേവാലയങ്ങളെ ആക്രമിക്കാൻ പാടില്ല. അവന്റെ ദൈവങ്ങളായി അവൻ പൂജിക്കുന്ന ഏതെങ്കിലും വസ്തുവിന് നമ്മൾ കല്ലെടുത്തെറിയാൻ പാടില്ല. നമ്മൾ അങ്ങനത്തെ യാതൊരു പ്രവർത്തനങ്ങളും ചെയ്യാൻ പാടില്ല. നമ്മൾ അതാ നമുക്കെല്ലാവർക്കും അറിയാമല്ലോ, സൗഹാർദ്ദം കാത്തു സൂക്ഷിച്ച് ജീവിക്കേണ്ടവരാണ്. അതുപോലെ തന്നെ ഓരോ മതക്കാരും പരസ്പരം അവരവരുടെ മതമനുസരിച്ച് ജീവിക്കുമ്പോൾ തന്നെ മറ്റ് മതക്കാരനും ഈ രാജ്യത്ത് ജീവിക്കാൻ സ്വാതന്ത്ര്യമുണ്ടെന്ന് മനസ്സിലാക്കി അതിനുള്ള ഒരു ഉന്നതമായ കാഴ്ചപ്പാടുള്ളവരാകേണ്ടതാണ്. സങ്കുചിത മനസ്സിലുള്ളവരാകാൻ പാടില്ല.
പക്ഷേ സഹോദരന്മാരെ, നമ്മുടെ പള്ളിയിൽ നമ്മൾ ജുമ നിസ്കരിക്കുമ്പോ നമ്മുടെ തൊട്ടടുത്തുള്ള അമുസ്ലിം സഹോദരന്മാർ പള്ളിയിൽ വന്ന് നമ്മളെ നിസ്കാരത്തിന് ശല്യം ചെയ്താൽ, നമ്മുടെ പള്ളിയുടെ മുറ്റത്ത് വന്ന് അവർ നിറഞ്ഞു നിന്നാൽ, പള്ളിയിൽ അവർ കയറിയാൽ നമ്മൾക്കത് ഇഷ്ടപ്പെടുമോ? നമ്മളത് അംഗീകരിക്കുമോ? സൗഹാർദ്ദമാണെന്ന പേരിൽ ഇന്ന് നിസ്കരിക്കാൻ ഞാനുമുണ്ടെന്ന് പറഞ്ഞിട്ട് അപ്പുറത്തുള്ള ഒരു മുസ്ലിം സഹോദരൻ നമ്മുടെ പള്ളിയിൽ കയറി സഫിന് നിന്നാൽ നമ്മൾ അംഗീകരിക്കുമോ? അംഗീകരിക്കില്ല എന്നാണോ നിങ്ങളുടെ മറുപടി? എന്നാൽ ഞാൻ ചോദിക്കുന്നു, അമുസ്ലിം സഹോദരന്മാരുടെ അമ്പലങ്ങളിലേക്ക്, ദേവാലയങ്ങളിലേക്ക്, അവരുടെ ഉത്സവങ്ങളിലേക്ക് നമ്മൾ പോകുന്നത് ശരിയാണോ സഹോദരാ? നമുക്കങ്ങനെ പോകാൻ പാടുണ്ടോ? നമ്മുടെ പെരുന്നാളിന്റെ എന്ത് പെരുന്നാൾ നിസ്കരിക്കാനും ഹുത്തുബോധാനും ഒരു അമുസ്ലിം വന്നാൽ നിങ്ങളെന്ത് പറയും? അതുപോലെ തന്നെ ബാങ്ക് വിളിക്കാൻ ഒരു അമുസ്ലിം വന്നാൽ നിങ്ങളെന്ത് പറയും? അത് നിനക്ക് ഉള്ളതല്ലെന്നും ഈ പള്ളിയിലേക്ക് അതിനു വേണ്ടി വരേണ്ടതില്ലെന്നും പറയില്ലേ? എങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഒരൽപ്പം മാന്യതയുണ്ടെങ്കിൽ സഹോദരാ, നമ്മളങ്ങോട്ട് പോയി അവരെ ശല്യപ്പെടുത്താൻ പാടുണ്ടോ? അവിടെ നമ്മൾ പോകാൻ പാടുണ്ടോ? പരിശുദ്ധ ഖുർആൻ പറയുന്നു, ഈമാനുള്ള മുസ്ലിമേ, നിനക്ക് അള്ളാഹുവിനെ ഭയമുണ്ടോ? അള്ളാഹുവിനെ സ്നേഹമുണ്ടോ? പാടില്ല. മറ്റുള്ളവരുടെ ഉത്സവങ്ങളിൽ പങ്കെടുക്കാൻ പാടില്ല, മറ്റുള്ളവരുടെ ആഘോഷങ്ങളിൽ പങ്കെടുക്കാൻ പാടില്ല. അവരുടെ പുണ്യദിനങ്ങളായി അവർ കൊണ്ടാടുന്ന ദിവസങ്ങളിൽ അത് നീ ഒരു പുണ്യദിനമായി ആചരിക്കാനും പാടില്ല, നീ അതിൽ ഭാഗമാക്കാകാനും പാടില്ല. മറിച്ച് നീ നിന്റെ ആദർശവും നിന്റെ ആശയവും അതനുസരിച്ച് ജീവിക്കുന്ന സമയത്ത് തന്നെ മറ്റു മതക്കാരോട് ആരെയും ആക്രമിക്കാതെ, ആരെയും ശല്യപ്പെടുത്താതെ, ആരെയും ചീത്ത പറയാതെ, അവന്റെ ആരാധ്യ വസ്തുക്കളെ തന്നെയും ചീത്ത പറയാതെ, മറ്റുള്ളവർ ആരാധിക്കുന്ന ആരാധ്യ വസ്തുക്കളെ നിങ്ങൾ ചീത്ത പറയാൻ പാടില്ല. അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾ ആരാധിക്കുന്ന അല്ലാഹുവിനെ അവർ തിരിച്ചും ചീത്ത പറയാനത് കാരണമാണ്. അങ്ങനെയുള്ള ഒരു പ്രശ്നവും നീ ഉണ്ടാക്കാൻ ഇവിടെ പാടില്ല. സൗഹാർദ്ദത്തിന്റെ അന്തരീക്ഷം നിലനിർത്തി ജീവിക്കണം. തീവ്രവാദിയാകരുത്, ഭീകരവാദിയാകരുത്, വർഗീയവാദിയാകരുത്. അതേ സമയത്ത് അവരുടെ ആരാധനകൾ അവർക്ക്, നമ്മുടെ ആരാധനകൾ നമുക്ക്. നമ്മളതാ അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കെടുക്കുന്നതും ശരിയല്ല, പാടില്ല. ഇക്കാര്യം എന്റെ ഉമ്മമാരെ, എന്റെ സഹോദരന്മാരെ, നിങ്ങളെ മനസ്സിലുണ്ടാകണമെന്ന് പ്രത്യേകമായി ഉണർത്തുകയാണ്. സുബ്ഹാനല്ലാഹ്. അതേ സമയത്ത് നമ്മൾ ധർമ്മം ചെയ്യുകയാണോ? മുസ്ലിമീങ്ങൾക്ക് ധർമ്മം ചെയ്യുന്നത് പോലെ തന്നെ നമുക്ക് അമുസ്ലിമീങ്ങൾക്കും പുണ്യകരമായ ധർമ്മം ചെയ്യാം. ചെയ്താൽ അതിന് പ്രതിഫലവും ലഭിക്കും. അമുസ്ലിമീങ്ങൾക്ക് ധർമ്മം ചെയ്യാൻ പാടില്ല എന്ന് ഇസ്ലാമിലില്ല. ഇസ്ലാമിൽ വർഗീയതയില്ല. ബാബുൽ ഹദിയത്തിൽ മുശ്രിക്കീൻ, മുശ്രിക്കീങ്ങൾക്ക് ഹദിയ കൊടുക്കുന്ന അധ്യായം സഹീഹുൽ ബുഖാരിയിലെ അധ്യായമാണ്. അതുപോലെ ബാബു ഖബൂലിൽ ഹദിയത്തി മിനൽ മുശ്രിക്കീൻ, അതേ അമുസ്ലിം സഹോദരന്മാരോട് ഇങ്ങോട്ട് ഹദിയ അവർ കൊണ്ടെത്തന്ന വാങ്ങുന്ന അധ്യായം ഒരധ്യായം തന്നെയാണ് ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ. അതൊന്നും യാതൊരു വിരോധമല്ല. അതേസമയത്ത് ഇസ്ലാമിന്റെ നിയമങ്ങൾ പാലിച്ച് ജീവിക്കണം. ഇസ്ലാമിന്റെ നിയമങ്ങൾ പാലിച്ച് ജീവിക്കണം. നിയമത്തിന്റെ റൂട്ടിൽ അങ്ങനെ പോകും. അവിടെ നിയമത്തെ ആരുടെ നിയമത്തെയും ചോദ്യം ചെയ്യരുത്. അമുസ്ലിം സഹോദരന്മാർ, എനിക്ക് പരിചയമുള്ള ധാരാളം അമുസ്ലിം സഹോദരന്മാർ അയ്യപ്പ ഭക്തന്മാരായി മകരമാസത്തിൽ കറുത്ത തുണി ഉടുത്ത്, അതുപോലെ തന്നെ അവരുടെ ജപമാല കഴുത്തിലിട്ട് അവർ ശബരിമലയിലേക്ക് പോകുന്ന സ്നേഹിതന്മാരുണ്ട്. അവര് ആ മാല ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ വീട്ടിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ സ്ഥാപനത്തിൽ നിന്ന് ഭക്ഷണം കഴിക്കൂല. അതവരുടെ മതത്തിന്റെ ആചാരമാണ്. അത് വർഗീയതയാണെന്ന് നമ്മൾ പറയാൻ പാടില്ല. അതവരുടെ മതത്തിന്റെ ആചാരമായിരിക്കും. നമ്മളത് ചോദ്യം ചെയ്യാൻ പാടില്ല. ഇതുപോലെ സഹോദരന്മാര്, നമ്മളിപ്പോൾ 1 കിലോ ഇറച്ചി വാങ്ങി അമുസ്ലിം സഹോദരന്മാർക്ക് കൊടുത്താൽ അത് പുണ്യകർമ്മമാണ്, വിരോധമില്ല. അവർ തിന്നെങ്കിൽ കൊടുക്കാം. പക്ഷെ ഉളുഹിയ്യത്തിന്റെ മാംസം കൊടുക്കാൻ പറ്റില്ല. ഉളുഹിയ്യത്തിന്റെ മാംസം കൊടുക്കാൻ പറ്റില്ല. അവിടെ നിയമമാണ്. എത്രത്തോളം നിയമത്തിന്റെ റൂട്ടിൽ അങ്ങനെ പോകും. ഞാനിപ്പോൾ ഉളുഹിയ്യത്തെടുക്കാൻ, വലിയ പെരുന്നാൾ ഉളുഹിയ്യത്തെടുക്കാൻ വേണ്ടി നേർച്ചയാക്കിയതിരിക്കട്ടെ. എന്നാൽ ആ ഉളുഹിയ്യത്തിന്റെ മാംസം എനിക്ക് തന്നെ എടുക്കാൻ പാടില്ല. അത് എന്നോട് എനിക്ക് വർഗീയതുള്ളതുകൊണ്ടല്ല, അതിന് നിയമമാണ്. ആ ഉളുഹിയ്യത്തിന്റെ മാംസം എനിക്കെടുക്കാൻ പാടില്ല. ഞാൻ പൈസ കൊടുത്ത് വാങ്ങിയ കുട്ടനാണ്, ഞാൻ അർത്ഥതാണ്, വറുത്ത കാര്യം എനിക്കെടുക്കാൻ പാടില്ല. അതിന്റെ നിയമം അങ്ങനെയാണ്. എന്റെ ഭാര്യക്കും കൊടുക്കാൻ പറ്റൂല, എന്റെ മക്കൾക്കും കൊടുക്കാൻ പറ്റൂല. അവരോടൊന്നും എനിക്കൊരു വർഗീയതയില്ല കേട്ടോ. പക്ഷേ അത് പാടില്ല, നിയമമാണ്. ഇതുപോലെ നിങ്ങൾ നോക്കൂ, ഞാൻ പറഞ്ഞല്ലോ ധർമ്മം, അമുസ്ലിം സഹോദരന്മാർക്ക് ധർമ്മം കൊടുക്കാം. പക്ഷേ സകാത്ത് എന്ന് പറയുന്ന ഒരു ധർമ്മം ഉണ്ട്. സകാത്ത് എന്ന് പറയുന്ന ധർമ്മത്തെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചത് ഔസാഖ്, അത് മനുഷ്യന്റെ ധനത്തിന്റെ ചേറുകളാണ് എന്നാണ്. മനുഷ്യന്റെ ധനത്തിന്റെ ചേറുകളാണ് എന്നാണ്.
അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ധർമ്മം സ്വീകരിക്കാറില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബത്തിൽ ഏത് ധർമ്മം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർബന്ധ ധർമ്മവും സ്വീകരിക്കാറില്ല, അല്ലാത്ത ധർമ്മവും സ്വീകരിക്കാറില്ല. ഹദിയ കൊടുത്താൽ അത് സ്വീകരിക്കും. ഹദിയയും ധർമ്മവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ധർമ്മം എന്ന് പറഞ്ഞാൽ സാധുക്കളെ സഹായിക്കാൻ വേണ്ടി കൊടുക്കുന്ന കൊടുതി, അതാണ് ധർമ്മം. അല്ലെങ്കിൽ പാവപ്പെട്ടവരെ സഹായിക്കാൻ വേണ്ടി കൊടുക്കുന്ന സഹായം, അതാണ് ധർമ്മം. ഹദിയ എന്ന് പറഞ്ഞാൽ ബഹുമാനിച്ചാദരിച്ച് കാഴ്ചവെക്കുന്നതിനാണ് ഹദിയ എന്ന് പറയുന്നത്. ബഹുമാനിച്ചാദരിച്ച് ഹദിയ കൊടുക്കുക, കാഴ്ചവെക്കുക. അങ്ങനെ കാഴ്ചവെച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വീകരിക്കാറുണ്ട്. കാരണം അനുയായികൾക്ക് മനസ്സിന് വിഷമം തോന്നി സ്വീകരിച്ചില്ലെങ്കിൽ. അതേ സമയത്ത് സഹോദരന്മാരെ, നിങ്ങൾക്ക് കാണാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബങ്ങൾ, തങ്ങന്മാര്, അവർക്കും സക്കാത്ത് വാങ്ങാൻ നിവൃത്തിയില്ലെന്ന് നിയമമാണ്. തങ്ങന്മാർക്ക് സക്കാത്ത് വാങ്ങാൻ നിവൃത്തിയില്ലെന്ന് നിയമമാണ്. എന്നാൽ അതേ നിയമം പഠിപ്പിക്കുന്ന ഇസ്ലാമിൽ ഒരു നിയമം കൂടിയുണ്ട്. സക്കാത്തിന്റെ സംഖ്യ മുസ്ലിം സഹോദരന്മാർക്ക് കൊടുക്കാൻ പാടില്ല. സക്കാത്തിന്റെ സംഖ്യ സക്കാത്ത് അമുസ്ലിമീങ്ങൾക്ക് കൊടുക്കാൻ പാടില്ല. കാരണം അത് നമ്മുടെ സമുദായത്തിലെ പണമുള്ള അല്ലെങ്കിൽ ഐശ്വര്യമുള്ള ആളുകളുടെ പണത്തിന്റെ ചേറ് എന്നാണ് പറയുന്നത്. ആ ചേറ് എന്ന് നമ്മൾ വിശേഷിപ്പിച്ച സാധനം മറ്റൊരു സമുദായത്തിന് കൊടുക്കുക എന്ന് പറയുന്നത് പാടില്ലാത്ത സംഗതിയാണ്. നിങ്ങൾ മനസ്സിലാക്കണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബക്കാരായ തങ്ങന്മാർക്കും അത് കൊടുക്കാൻ പാടില്ല എന്നാണ്. തങ്ങന്മാരോട് നമുക്ക് വർഗീയത ഉള്ളത് കൊണ്ടല്ല, തങ്ങന്മാരോട് നമുക്ക് വർഗീയതല്ല, നമുക്ക് വലിയ ബഹുമാനമാണ്. പക്ഷേ തങ്ങന്മാർക്ക് സക്കാത്ത് കൊടുക്കരുത് എന്ന് നിയമമാണ്. ഇതുപോലെ ഇസ്ലാമിന്റെ ഒരു നിയമമാണ്, അമുസ്ലിം സഹോദരന്മാർക്ക് സക്കാത്ത് കൊടുക്കാൻ നിവൃത്തിയില്ല, ഉദ്ഹിയ്യത്തിന്റെ മാംസം കൊടുക്കാൻ നിവൃത്തിയില്ല. നിയമമാണ്, നിയമമായി തന്നെ പോകണം. ഉദ്ഹിയ്യത്തറുത്തിട്ട് അതിന്റെ തോല് മദ്രസക്ക് കൊടുക്കുന്ന ചില ആളുകളുണ്ട്, പള്ളിക്ക് കൊടുക്കുന്ന ചില ആളുകളുണ്ട്, അതുപോലെ തന്നെ അത് ആ സ്ഥാപനത്തിന് കൊടുക്കുന്ന ചില ആളുകളുണ്ട്. പാടില്ല. അത് പാവപ്പെട്ടവർക്ക് കൊടുക്കേണ്ടതാണ്. ഒന്നുകിൽ ചോര് അവർ തന്നെ ഉപയോഗിക്കേണ്ടതാണ്, അല്ലെങ്കിൽ പാവപ്പെട്ടവർക്ക് കൊടുക്കേണ്ടതാണ്. അതിന്റെ നിയമം അങ്ങനെയാണ്. പാവപ്പെട്ടവർക്ക് കിട്ടിക്കഴിഞ്ഞാൽ പാവപ്പെട്ടവർക്ക് അത് വിൽക്കുന്നതിന് വിരോധം ഇല്ല, അവർക്കത് വിൽക്കാവുന്നതാണ്. പാവപ്പെട്ടവർക്ക് മാംസം കിട്ടിയാൽ അത് വിൽക്കാവുന്നതാണ്. പക്ഷേ മോമിനീങ്ങൾക്ക് മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. അതതിന്റെ നിയമമാണ്. വിൽപ്പനയാണെങ്കിലും അതിന്റെ നിയമം അങ്ങനെയാണ്. അപ്പൊ ഇരിക്കട്ടെ സഹോദരന്മാരെ, അപ്പോൾ അതാ ഉദ്ഹിയ്യത്തിന്റെ തോല് മദ്രസക്ക് കൊടുക്കരുതെന്ന് നമ്മൾ മദ്രസന്റെ വിരോധിയായതുകൊണ്ടല്ല, പള്ളിക്ക് കൊടുക്കരുതെന്ന് പള്ളിന്റെ വിരോധിയായതുകൊണ്ടല്ല. ഓരോന്നിനും ഓരോ നിയമങ്ങളാണ്. ഏതുപോലെ നിങ്ങൾ മനസ്സിലാക്കണം, അത് വർഗീയതയാണെന്ന് തെറ്റിദ്ധരിക്കരുത്. ഞാൻ ഏറ്റവും സ്നേഹിക്കുന്ന ആളാണ് എന്റെ ഉമ്മ. നിങ്ങളും അങ്ങനെ തന്നെയായിരിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെ ഉമ്മാനെ തുടർന്നിട്ട് നിസ്കരിക്കാൻ പാടില്ല എന്നാണ്. ഉമ്മ നിസ്കരിക്കുമ്പോൾ നമുക്ക് തുടർന്ന് നിസ്കരിച്ചുകൂടാ. അത് ഉമ്മയും നമ്മളും തമ്മിലുള്ള വൈരാഗ്യമല്ല, വർഗീയതയല്ല, വെറുപ്പല്ല, ഇസ്ലാമിന്റെ നിയമമാണ്. ഉമ്മാനെ തുടർന്നിട്ട് മകനെ നിസ്കരിച്ചുകൂടാ, മകൾക്ക് നിസ്കരിക്കുന്നതിന് കുഴപ്പമില്ല. ഇതുപോലെ ഭാര്യയും ഭർത്താവും തമ്മിൽ വലിയ സ്നേഹമാണ്. പക്ഷേ ഭാര്യനെ തുടർന്നിട്ട് ഭർത്താവിന് നിസ്കരിച്ചുകൂടാ. കാരണം പെണ്ണാണ്, പെണ്ണിനെ തുടർന്ന് നിസ്കരിച്ചുകൂടാ. അപ്പൊ സഹോദരന്മാരെ, ഇസ്ലാമിന്റെ നിയമത്തിന്റെ റൂട്ടിൽ അങ്ങനെ പോകും. അവിടെയൊന്നും തെറ്റിദ്ധാരണകൾ ഉണ്ടാകാൻ പാടില്ല എന്നുകൂടി ഞാൻ സാന്ദർഭികമായി ഉണർത്തുകയാണ്. ഏതായിരുന്നാലും ശരി, മഹാന്മാരായ ആളുകളുടെ സവിശേഷതകൾ പറയുന്ന സ്ഥലത്ത് പരിശുദ്ധ ഖുർആൻ പറ്റിയും പറയുകയാണ്, വല്ലദീന ലാ യശ്ഹദൂന സൂറ. അതേ, അവരൊരിക്കലും തന്നെ ശിർക്കിന്റെ പ്രവർത്തനം നടക്കുന്ന സ്ഥലങ്ങളിൽ, ശിർക്കിന്റെ കാര്യങ്ങൾ നടക്കുന്ന സ്ഥലങ്ങളിൽ അവർ പങ്കെടുക്കുന്നതല്ല, ബാത്തിലിൽ അവർ പങ്കെടുക്കുന്നതല്ല. പിന്നെയും പണ്ഡിതന്മാർ വിവരിക്കുകയാണ്, അപ്പൊ ശിർക്കായ പ്രവർത്തനങ്ങൾ നടക്കുന്ന സ്ഥലത്ത് പങ്കെടുക്കാൻ പാടില്ല. ശിർക്കായ കാര്യങ്ങൾ ഞാൻ പറഞ്ഞല്ലോ, അല്ലാഹുവല്ലാത്തതിനെ ആരാധിക്കുന്ന പ്രവർത്തനം, ആ പ്രവർത്തനം നടക്കുന്ന സ്ഥലത്ത് പങ്കെടുക്കാൻ പാടില്ല. അതുപോലെ തന്നെ പണ്ഡിതന്മാർ പറയുന്നു, പാട്ടും കൂത്തുമായി നടക്കുന്ന ഒരുപാട് സ്ഥലങ്ങളില്ലേ, ആണും പെണ്ണുമൊക്കെ ഇടകലർന്നുകൊണ്ടുള്ള പാട്ട്, പെണ്ണിന്റെ പാട്ട്, ആകർഷണീയമായ പാട്ട്, അതുപോലെ മനുഷ്യരെ വികാരം കൊള്ളിക്കുന്ന പാട്ട്, അങ്ങനെ ഇസ്ലാമിൽ പാടില്ലാത്ത പാട്ടും മ്യൂസിക്കും പരിപാടികളുമൊക്കെ നടക്കുമ്പോ അവിടെയും അതാ പടച്ചവൻ ഇഷ്ടപ്പെടുന്ന ആളുകൾ, അല്ലാഹുവിന്റെ അടിമകൾ അവിടെയും പങ്കെടുക്കുന്നതല്ല. ഈ ആയത്തിന്റെ തഫ്സീർ ഇമാം തബരി റളിയല്ലാഹു അൻഹു വിവരിക്കുകയാണ്, വലാ
കദിബൻ, അതുപോലെ കളവ് പറയുന്ന സദസ്സിൽ, കളവ് പറയുന്ന വ്യക്തിയുടെ അടുക്കലും, കളവ് പറയുന്ന ആള് പ്രസംഗിക്കുന്ന സദസ്സിലും, കളവ് പറയുന്ന സ്ഥലത്തും അവര് പങ്കെടുക്കുന്നതല്ല. വലാ ഗൈറഹു, അതുപോലെയുള്ള സ്ഥലങ്ങളിൽ ഒന്നും തന്നെ പങ്കെടുക്കുന്നതല്ല. വകുല്ലമാ ലസിമഹു ഇസ്മു ദൂരി, ദൂർ എന്ന അറബി പദത്തിൽ എന്തെല്ലാം വിഷയങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ടോ അങ്ങനത്തെ ഒരു സ്ഥലത്തും പങ്കെടുക്കാതെ ആവശ്യമുള്ള സ്ഥലങ്ങളിൽ മാത്രം പങ്കെടുക്കുന്നവരാണ് അല്ലാഹുവിന്റെ ഇഷ്ടദാസന്മാരായ അടിമകൾ. ഇനി അഥവാ അവര് പോകുന്ന വഴിക്കെന്നാലും ഇങ്ങനത്തെ സംഗതികൾ നടക്കുന്നുണ്ടെങ്കിലോ അവിടെയാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്, വൈദാ മറൂ ബില്ലഗ്വി മറൂ കിറാമാ, അതിലൊന്നും പങ്കെടുക്കാതെ അവർ പോകുന്ന വഴിക്കുന്നുണ്ടെങ്കിൽ അവരങ്ങോട്ട് നോക്കാതെ അവർ അവരുടെ വഴിക്ക് മാനമായിട്ടങ്ങ് നടന്നു പോകുന്നവരാണ്. അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നു. അപ്പൊ ഒരു ബാത്തിലിനെയും, ഹക്ക് അല്ലാത്ത ഒരു ബാത്തിലിനെയും, ഇസ്ലാം അംഗീകരിക്കാത്ത ഒരു വിഷയത്തിലും ഹാജരാകാനോ പങ്കെടുക്കാനോ അല്ലെങ്കിൽ പോകുന്ന സമയത്ത് തന്നെ കണ്ടാൽ അത് ഗൗനിക്കാനോ പാടില്ലാത്ത വിധത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ നിയമം ഈ ലോകത്തിൽ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. സഹോദരന്മാരെ, അത് വലിയ വിഷയമാണ്, ഞാൻ ചുരുക്കി പറയുകയാണ്. അതുകൊണ്ട് ഇന്നത്തെ നമ്മുടെ വിഷയം വിശ്വാസിയുടെ സമീപനം എന്നതാണ്. വിശ്വാസി ഏത് വിഷയത്തെയും സമീപിക്കുന്നതിന് നിയമം ഉണ്ട്. ആ നിയമം വിട്ടുകൊണ്ടുള്ള ഒരു സമീപനവും പാടില്ല. സഹോദരന്മാർ മനസ്സിലാക്കണം. എന്തുകൊണ്ട്? ഈമാനുള്ള ഒരു മനുഷ്യന് ഉറപ്പുണ്ട്, അവൻ ഉറച്ച് വിശ്വസിക്കുന്നുണ്ട്, ഇതാ എനിക്ക് ആരോഗ്യം തന്നവൻ അള്ളയാണ്, എനിക്ക് ആയുസ് തന്നവൻ അള്ളയാണ്, എന്റെ ശരീരം പഠിച്ചവൻ അല്ലാഹുവാണ്, എനിക്ക് സമയം തരുന്നവൻ അല്ലാഹുവാണ്. എന്റെ സമയത്തിൽ നിന്ന് ഇനി എത്ര സമയമുണ്ടെന്ന് എനിക്കറിയില്ല, എനിക്കതിനെ സംബന്ധിച്ച് ഗ്യാരണ്ടിയില്ല. ഞാൻ പോയി പങ്കെടുക്കുന്ന സദസ്സ് ഒരു സിനിമയുടെ സദസ്സാണോ? എന്റെ ഉമ്മമാര് ശരിക്ക് ശ്രദ്ധിക്കണം. വീട്ടിൽ തന്നെ ഇരുന്നിട്ട് അതാ സിനിമയുടെ സീഡികൾ കൊണ്ടുവന്ന് കണ്ട് നേരം പോക്കുന്ന ഉമ്മമാരില്ലേ? സീരിയലിന്റെ മുന്നില്, മ്യൂസിക്കിന്റെ മുന്നില്, അനാവശ്യമായ ഗാനത്തിന്റെ മുന്നില്, അഭിനയത്തിന്റെ മുന്നില് സമയം നഷ്ടപ്പെടുത്തുന്നവരില്ലേ? ഇന്നലെ ഞാൻ നിങ്ങൾക്ക് ഓതിക്കൽപ്പിച്ചില്ലേ, അല്ലാഹു സുബ്ഹാനഹു വ തആല 5 കാര്യങ്ങളെ സംബന്ധിച്ച് ചോദ്യം ചെയ്യാതെ ഒരൊറ്റ മനുഷ്യനെയും മഹ്ശറിൽ നിന്ന് കാല് നീക്കി വെക്കാൻ സമ്മതിക്കുകയില്ലെന്ന് ഞാൻ നിങ്ങൾക്ക് നേരത്തെ കൽപ്പിച്ചു വന്നിട്ടില്ലേ ഹദീസ്? ഓ സഹോദരിമാരെ, നിങ്ങൾ മനസ്സിലാക്കണം, നമ്മുടെ ആയുസ് അത് വലിയ വിലയുള്ള സംഗതിയാണ്. നമുക്ക് ആഖിറത്തിലേക്ക് ആവശ്യമായിട്ടുള്ള സംഗതികൾ അതാ ഉണ്ടാക്കാനുള്ള സന്ദർഭമാണത്. ആ സന്ദർഭം കാലകാലം ജീവിക്കേണ്ട പാരത്രിക ലോകത്തേക്ക് ആവശ്യമായത് കൃഷി ചെയ്യേണ്ട സമയത്ത് ആഖിറത്തിൽ അപകടം വരുന്ന വിഷയങ്ങളാണ് നമ്മൾ കൃഷി ചെയ്തു വെക്കുന്നതെങ്കിൽ ഫമയ്യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറഹ വമയ്യഅമൽ മിസ്ഖാല ദർറത്തിൻ ശർറൻ യറഹ. അണുമണി തൂക്കം നന്മ ചെയ്താൽ അതിന്റെ ഗുണം മനുഷ്യൻ കാണും, അണുമണി തൂക്കം തിന്മ ചെയ്താൽ അതിന്റെ ഭവിഷ്യത്തും മനുഷ്യൻ കാണും. ഓ മനുഷ്യ, أما من ثقلت موازينه فهو في عيشة راضية وأما من خفت موازينه فأمه هاوية. അതേ നന്മയുടെ തുലാസിന്, നന്മയുടെ ത്രാസിന് തൂക്കം കിട്ടുന്ന സൽക്കർമ്മങ്ങളാണോ ചെയ്തത്, ഭാഗ്യവാൻ തന്നെ. തിന്മയുടെ ത്രാസിന് തൂക്കം കിട്ടുന്നതാണോ ചെയ്തത്, അവൻ ഹതഭാഗ്യൻ തന്നെ. മോനെ, സമയങ്ങൾ വില കൊടുത്തു വാങ്ങാൻ കഴിയുന്നതല്ല. സമയം വില കൊടുത്തു വാങ്ങാൻ കഴിയൂ? സമയം വില കൊടുത്തു വാങ്ങാൻ കഴിയുമെങ്കിൽ ലോകത്തുള്ള രാജാക്കന്മാർ ഇവിടെ മരിക്കാൻ നിൽക്കുമോ? വലിയ വലിയ പണക്കാർ ഇവിടെ മരിക്കുമോ? അവർ സമയം വില കൊടുത്തു വാങ്ങില്ലായിരുന്നു. മോനെ, നിന്റെ ആരോഗ്യം കൊണ്ടോ, നിന്റെ പവർ കൊണ്ടോ, അധികാരം കൊണ്ടോ, പണം കൊണ്ടോ ഒരു മിനിറ്റും വാങ്ങാൻ കഴിയില്ല. സമയം വളരെ വില പിടിച്ചതാണ്. നീയും ഞാനും യാത്ര ചെയ്യുന്നത് ഖബറിലേക്കാണ്. ശേഷം നീണ്ട ജീവിതമാണ്. ആ ജീവിതത്തിന് വേണ്ടി ഒരുങ്ങാൻ അല്ലാഹു തആല നമുക്ക് തന്ന സമയം അത് അനാവശ്യങ്ങളിൽ ചെലവഴിക്കുന്നവനേക്കാൾ ബുദ്ധിയില്ലാത്തവനാരാണ് സഹോദരന്മാര്? ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊലാ. അല്ലാഹു ജല്ല ജലാലുഹു പറയുകയാണ്,
നിങ്ങളുടെ കാതിനെ സംബന്ധിച്ച് അല്ലാഹുവിങ്കൽ ചോദ്യം ചെയ്യപ്പെടും. അല്ല നിങ്ങൾക്ക് കാത് തന്നത് വെറുതെയല്ല, നിങ്ങളെ കാതിനെ കുറിച്ച് ചോദ്യം ചെയ്യപ്പെടും. കേൾക്കുന്നത് അല്ല അനുവദിച്ചതാകണം. നിന്റെ കാതാണോ എന്റെ കാതാണോ? അല്ല, എന്റെ കാതാണെന്ന് എനിക്ക് പറയാൻ നിവൃത്തിയില്ല. അല്ലേ, എന്റെ കാതിൽ നിന്ന് വേദന വരുന്നു. അതെത്ര വലിയ മുതലാളിയായാലും ഭരണാധികാരിയായാലും കാതിന്റെ ഉള്ളിൽ നിന്ന് വേദന വരുന്നു. ആ വേദന തടുക്കാൻ അവനെ കൊണ്ട് കഴിയുന്നുണ്ടോ? വേദന എന്നോട് ചോദിക്കാതെ എന്റെ കാത് വേദനിക്കുന്നവരുതെന്ന് തീരുമാനിക്കാൻ കഴിയുന്നുണ്ടോ? കണ്ണിന്റെ കാഴ്ച കുറഞ്ഞിട്ട് കണ്ണട വെക്കുന്നു. എന്റെ കണ്ണിന്റെ കാഴ്ച ഞാൻ പറയുമ്പോഴേ കുറയാവൂ തീരുമാനിക്കാൻ അധികാരമുണ്ടോ? ഓ മോനെ, അധികാരം അല്ലാഹുവിനല്ലേ. അവൻ തന്ന കാതല്ലേ, അവൻ തന്ന കണ്ണല്ലേ, അവൻ തന്ന നാവല്ലേ, അവൻ തന്ന മനസ്സല്ലേ, അവൻ തന്ന ശരീരമല്ലേ? ഒന്നുകൂടി ചോദിക്കട്ടെ, ഒരു കമ്പനിയിൽ നിന്നൊരു വസ്തു അതാ നിർമ്മിച്ചിങ്ങ് പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ ആ കമ്പനി അതാ ഇതെങ്ങനെ ഉപയോഗിക്കണമെന്നതിൽ നമുക്കൊരു കാറ്റലോഗ് നൽകുന്നു. ആ കാറ്റലോഗിൽ പറഞ്ഞതുപോലെ ആ വസ്തു ഉപയോഗിക്കുന്നതല്ലേ ആ വസ്തുവിന്റെ സംരക്ഷണത്തിന്, ആ വസ്തുവിന്റെ നിലനിൽപ്പിന്, ആ വസ്തുവിന്റെ നിലനിൽപ്പിന് ഏറ്റവും നല്ലത്. നേരെ മറിച്ച് ആ കമ്പനിയിൽ നിന്ന് പുറത്തിറക്കുന്ന വസ്തുവിന് കമ്പനി തരുന്ന കാറ്റലോഗ് അനുസരിച്ച് ഞാൻ അതിന്റെ വസ്തുക്കൾ പ്രവർത്തിപ്പിക്കുകയില്ല. ഞാൻ എന്റെ ഇഷ്ടപ്രകാരമാണ് ഞാൻ എന്റെ വസ്തുക്കൾ പ്രവർത്തിപ്പിക്കുന്നത് എന്നൊരു മനുഷ്യൻ പറഞ്ഞിട്ട് ആ കമ്പനി പറഞ്ഞതിനെതിരായി ഒരു വസ്തു പ്രവർത്തിപ്പിക്കാൻ ഒരുങ്ങിയാൽ ആ വസ്തു തന്നെ നശിച്ചു പോകുന്നില്ലേ? അപകടം പറ്റുന്നില്ലേ? കരണ്ട് പിടിക്കുന്നില്ലേ? പ്രശ്നം വരുന്നില്ലേ? ഇത് ഈ ഭൗതിക ലോകത്തുള്ള നിയമമായി കാണുന്നുവെങ്കിൽ എനിക്കും നിനക്കും കണ്ണും കയ്യും കാലും നോക്കും അതേ നാവും മനസ്സുണ്ടെന്ന രാജാവ്, ആ രാജാവ് ഓരോ അവയവങ്ങൾക്കും ഓരോ വിഷയങ്ങൾക്കും തന്നിട്ടുള്ള കാറ്റലോഗ് ഉണ്ടല്ലോ. എങ്ങനെ എവിടെ ഉപയോഗിക്കണം, എവിടെ ഉപയോഗിച്ചുകൂടാ? ഈ കാറ്റലോഗിന്റെ സ്ഥാനത്തല്ലേ ശരീഅത്തിന്റെ നിയമം, ഇസ്ലാമിക ശരീഅത്തിന്റെ നിയമം അവിടെയല്ലേ നിൽക്കുന്നത്. ആ നിയമത്തിന് വിരുദ്ധമായി നമ്മളൽപ്പം അതാ പാട്ട് കേൾക്കണമെന്ന് മനസ്സിലാക്കി, ഒന്ന് രസിക്കണമെന്ന് മനസ്സിലാക്കി ജീവിച്ചാൽ എന്റെ ഉമ്മമാരെ, ചെറുപ്പക്കാരെ, ഈ ജീവിതം നിലനിൽക്കുന്ന ജീവിതമല്ല കേട്ടോ. നിങ്ങൾ അതിന് പകരം നിങ്ങളുടെ രസവും നിങ്ങളുടെ സുഖവും നിങ്ങളുടെ സന്തോഷവും അല്ലാഹുവിനെ സ്നേഹിക്കുന്നതിലേക്ക് തിരിക്കുക, അല്ലാഹുവിന്റെ ദീനനുസരിച്ച് ജീവിക്കുന്നതിലേക്ക് മനസ്സ് തിരിക്കുക. ഞാൻ നിങ്ങളോട് പറയട്ടെ, ഇമാം മുസ്ലിം റഹിമഹുല്ലാഹ് പറഞ്ഞത്, മോനെ, മനുഷ്യന്റെ ശരീരം അതൊരു ചെറിയ കുട്ടിയെ പോലെയാണ്. ആ കുട്ടി മുല കുടിക്കുന്ന കുട്ടി, ആ കുട്ടിക്ക് മുല കൊടുത്തിങ്ങനെ ഉമ്മ എല്ലാ ദിവസവും മുല കൊടുത്താൽ കുട്ടി എപ്പോഴും മുല കിട്ടണമെന്നുള്ള ആഗ്രഹം തന്നെയാണ്. പിന്നെ ആ കുട്ടി മുല കുടി നിർത്തൂല. 60 വയസ്സായാലും ആ കാക്ക മുല കുടിക്കും. ഈ ഉമ്മ നിർത്തിയിട്ടില്ലെങ്കിൽ ഉമ്മക്ക് 100 വയസ്സായാലും നിർത്തേടില്ല, അതിങ്ങനെ മുല കുടിച്ചുകൊണ്ടിരിക്കും. നേരെ മറിച്ച് ആ മുല കുടിക്ക് നിർത്തുമ്പം കുറച്ച് പ്രയാസം ഉണ്ടാവും. മുലകുടി നിർത്തുമ്പോൾ ചിലപ്പം കുട്ടി കുറച്ച് കരയും, ചിലപ്പോ ചന്യായം പുരട്ടേണ്ടി വരും. അങ്ങനെ ആ കുട്ടി അങ്ങ് മുലകുടി നിർത്തിയാലോ പിന്നെ മുല കുടിക്കാൻ ആ കുട്ടിക്ക് ഭയങ്കര വെറുപ്പാ. നിങ്ങൾക്കാർക്കും കഴിയും ഉമ്മാന്റെ മുല കുടിക്കാൻ കഴിയൂല. കാരണം അത് വിചാരിക്കാൻ കഴിയില്ല. അത് കുടിച്ചേണ്ടിപ്പോ അത് കുടിച്ചു പോയോ എന്ന് ധരിച്ചു പോയ മട്ടത്തില. കാരണം എന്താണ്, അതങ്ങ് വിട്ടാൽ അങ്ങനെയാണ്. മനുഷ്യന്റെ ശരീരം അങ്ങനെയാണ്. ശരീരം മോശമായതിൽ തന്നെ നമ്മളങ്ങ് കൊണ്ടുപോയാൽ ശരീരം പിന്നെയും പിന്നെയും മോശത്തിലേക്ക് നമ്മളെ ക്ഷണിച്ചുകൊണ്ടിരിക്കും. അതിൽ നിന്ന് നമ്മൾ ആ ശരീരത്തെ ഇനി മുക്തമാക്കിയെടുത്താലോ ശരീരം ശരിയായ റൂട്ടിലങ്ങ് പോകും. ശരീരത്തിന്റെ സ്വഭാവം അങ്ങനെയാണ്. ഇനി നിങ്ങൾക്ക് ഞാൻ വേറൊരു ഉദാഹരണം പറയട്ടെ. അതാ വലിയൊരു ജനറേറ്റർ വർക്ക് ചെയ്യുന്നു. ആ ജനറേറ്റർ വർക്ക് ചെയ്യുന്നത് കൊണ്ട് തൊട്ടടുത്തുള്ള ആളുകൾക്ക് ഉറക്കം വരുന്നില്ല ഇതിന്റെ ശബ്ദം കൊണ്ട്. എന്നാൽ അതിന്റെ ഓപ്പറേറ്റർ ജനറേറ്ററിന്റെ അടുത്ത് തന്നെ ഒരു ചാക്കും പിടിച്ചിട്ട് കിടന്ന് ഉറങ്ങുന്നു. എവിടെ? ഓപ്പറേറ്റർ ജനറേറ്ററിന്റെ തൊട്ടടുത്ത് ചാക്കും പിരിച്ചതിനെ പായും പിരിച്ച് കിടന്ന് ഉറങ്ങുന്നു. അയാൾ ഉറക്കുന്നത് എപ്പോഴാ? ജനറേറ്റർ ഓഫ് ആകുമ്പോ. അപ്പൊ അയാൾ ഉറക്കുന്നത്. നിങ്ങൾ ചോദിച്ചു നോക്ക്, എന്താണ് അതിന്റെ കാരണം? അതിന്റെ കാരണം മനുഷ്യന്റെ ശരീരത്തിന്റെ അവസ്ഥ അങ്ങനെയാണ്. മനുഷ്യൻ എന്താണോ പതിവാക്കിയത് അതിനോട് മനുഷ്യൻ ഇണങ്ങും.
പതിവാക്കിയതിനോട് മനുഷ്യൻ ഇണങ്ങും. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, പകൽ സമയത്ത് കിടന്നുറങ്ങാൻ പലർക്കും കഴിയില്ല. ഞാൻ നിങ്ങൾ എന്നോട് ചോദിച്ചു നോക്കൂ, രാത്രി ഇങ്ങനെ ഉറക്കമൊഴിച്ച് പ്രസംഗിക്കാൻ പോയി മടങ്ങിയിട്ട് ഉറക്കമൊഴിച്ച് വന്ന് പകൽ കിടന്നുറങ്ങി പരിചയിച്ചുകൊണ്ട് എനിക്ക് പകലുറക്കൊരു പ്രശ്നമല്ല. നേരെ മറിച്ച് ചിലർക്ക് പകലുറക്കം വരികയില്ല. നേരെ മറിച്ച് വേറെ ചിലർക്കോ സുബ്ഹാനല്ലാഹ് 10 മണിയാകുമ്പോഴേക്ക് വാടിപ്പോയി, പിന്നെ ഉറക്കമായി പോയി, പിന്നൊന്നും തലേ കയറൂല. എന്താണ് ഒരു മനുഷ്യൻ ശരീരത്തെ എങ്ങനെയാണോ കൊണ്ടുവരുന്നത് അതുപോലെ ശരീരം വഴിപ്പെടും. അപ്പൊ ശരീരത്തെക്കുറിച്ച് നമുക്ക് നല്ല ബോധം വേണം. ഓ സഹോദരാ, നീ കാണുന്നില്ലേ, ആ ശരീരത്തെ നിയന്ത്രിക്കേണ്ടത് എങ്ങനെയാണ്? നിയന്ത്രിക്കേണ്ടത് നിയന്ത്രിക്കാൻ അറിയുന്ന പണ്ഡിതന്മാരുടെ നിർദ്ദേശമനുസരിച്ചാണ്. ആ നിയന്ത്രിക്കാൻ അറിയുന്ന പണ്ഡിതന്മാർക്കാണ് മുർശിദുകൾ എന്ന് പറയുന്നത്, നേർമാർഗത്തിലേക്ക് നയിക്കുന്നവരെന്ന് പറയുന്നത്. നിങ്ങൾ കാണുന്നില്ലേ കാട്ടാന, കാട്ടിലെ കാട്ടാന, ആ കാട്ടാനയ്ക്ക് നല്ല പരിശീലനം കിട്ടിയ മറ്റൊരാന, അത് മുർശിദായ ആനയാണ്. ആന നാട്ടിലെ ആന, അതിലതാ പഠിപ്പിക്കാൻ അറിയുന്ന ആന, നല്ല സ്വഭാവമുള്ള ആന. ആ ആന കാട്ടാനയെ പോയിട്ട് പരിശീലിപ്പിച്ചപ്പോൾ കാട്ടാനയുടെ ദുസ്വഭാവം മാറി. ഇനി എത്ര വലിയ മരവും പിടിക്കാൻ ഈ ആന തയ്യാറാണ്. ഈ വെറും ദിനേശ് പിടിവത്തെ മനുഷ്യനെ അനുസരിക്കാനും തയ്യാറാണ്. എന്താ കാരണം? കാട്ടാനയുടെ സ്വഭാവം മാറി, അത് നാട്ടാനയായി പോയി. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം, കാട്ടാനയുടെ സ്വഭാവം ഇവിടെ മാറുന്നുണ്ട്, വലിയ വലിയ മൃഗങ്ങളുടെ സ്വഭാവം മാറുന്നുണ്ട്. എങ്കിൽ മനുഷ്യ, നമ്മുടെ സ്വഭാവത്തിന് മാറ്റം വരും. പക്ഷേ ആ മാറ്റം വരുത്തുന്നത് എങ്ങനെയായിരിക്കണം? മാറ്റം വരുത്തുന്നത് നല്ല സ്വഭാവമുള്ള ആളുകളുടെ നിർദ്ദേശപ്രകാരം, അവരുടെ ഉപദേശപ്രകാരമാകണം. ആ നിർദ്ദേശപ്രകാരം നമ്മൾ മാറ്റം വരുത്തിയാൽ, ഞാൻ നിങ്ങളോട് പറയട്ടെ, അതാ എന്നെ സംബന്ധിച്ച് ഞാൻ ഉദാഹരണം പറയാം, നിങ്ങൾക്കും പറയാനുണ്ടാകും. ഏതെങ്കിലും ഒരു ബസ്സിൽ കയറിയാൽ ആ ബസ്സിൽ മ്യൂസിക്കുള്ള പാട്ട് വെക്കുകയാണെങ്കിൽ എനിക്ക് എന്തോ ഒരു വിഷമമാണ്. ഇവിടെ നിന്ന് ഇറങ്ങിയാൽ മതി എന്ന ധാരണയാണ്. എന്താണ് അതിന് കാരണം? അതിനോട് തീരെ താല്പര്യമില്ല. നേരെ മറിച്ച് പരിശുദ്ധ ഖുർആൻ കേൾക്കുകയാണെങ്കിൽ എന്തൊരു സന്തോഷമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദീന കേൾക്കുകയാണെങ്കിൽ എന്തൊരു സന്തോഷമാണ്. ഇങ്ങനെയുള്ള എത്ര സാധാരണക്കാരി സദസ്സിലുണ്ട് സഹോദരന്മാര്, എത്ര ആളുകളുണ്ട്. കാരണം അവരുടെ മനസ്സ് അള്ളാഹുവിലേക്ക് തിരിച്ചപ്പോൾ, അള്ളാഹു വെറുക്കുന്ന മനസ്സാക്കിയപ്പോൾ അവരുടെ പ്രകൃതിയും അതിന് വഴിപ്പെട്ടു പോയിട്ടോ. എന്റെ ചെറുപ്പക്കാരെ, നിങ്ങൾ ഓർത്തോളണം, അള്ളാഹുവിന്റെ ഖുർആൻ നമ്മളോട് പറയുന്നു, നിങ്ങൾ അറിഞ്ഞോ, നിങ്ങൾ ഉറപ്പിച്ചോ, അന്നമൽ ഹയാത്തുദ് ദുനിയാ, ഭൗതികമായ ജീവിതം ലൈബുൻ വലഹുൻ വസീനത്തുൻ വതഫാഖുറുൻ ബൈനകും വതകാസുറുൻ ഫിൽ അംവാലി വൽ ഔലാദ്. ഈ ഭൗതികമായ ലോകത്തുള്ള ജീവിതം അത് കളിയാണ് മോനെ, അത് വേണ്ടാത്തതാണ് മോനെ. പല കളിയും തമാശയും ഭംഗിയും അലങ്കാരവും, നിങ്ങൾ പരസ്പരം പവർ പറയലും, അതുപോലെ സമ്പത്തിലും സന്താനങ്ങളിലുള്ള വർധനവ് പറയലും, അങ്ങനെയുള്ള ചില സംഗതിയാണ് ദുനിയാവിൽ കാണുന്നത്. എന്നാൽ അതിന്റെ അവസ്ഥ നിങ്ങൾക്കറിയോ? അതിന് നിലനിൽപ്പില്ല. കമസലി ഗൈസിൻ അഅജബൽ കുഫാറ നബാതുഹു സുമ്മ യഹീദു ഫതാഹു മുസ്ഫറൻ സുമ്മ യകൂനു ഹുതാമാ. നല്ല കർഷകന്മാരായ കൃഷിക്കാര് നല്ല ഒരു കൃഷി ചെയ്തിട്ട് ആ കൃഷിയിലുള്ള സസ്യങ്ങളൊക്കെ വളർന്ന് നന്നായി പച്ച പിടിച്ചിട്ട് ഊർന്ന് വളർന്നു നിൽക്കുമ്പോ കർഷകന്മാർക്കത് കാണുമ്പോൾ വലിയ സന്തോഷമാണ്. പക്ഷേ ആ കൃഷി എന്നൊന്നും നിലനിൽക്കുന്നില്ല. കുറച്ച് ദിവസം കഴിയുമ്പോഴേക്ക് വാടിപ്പോയി, മഞ്ഞളിച്ചു പോയി, പിന്നീടതാ ഉണങ്ങിപ്പോയി, അത് പൊടിപൊടിയായി നശിച്ചുപോയി. എന്നാ ജനങ്ങളെ, ഇവിടെയുള്ള അലങ്കാരമുണ്ടല്ലോ, ഇവിടെയുള്ള സംഗീതമുണ്ടല്ലോ, ഇവിടെയുള്ള മ്യൂസിക്കുകളുണ്ടല്ലോ, ഇവിടെയുള്ള മുത്തുംപാട്ടുമുണ്ടല്ലോ, ഇവിടെയുള്ള കളികളുണ്ടല്ലോ, ഇവിടെയുള്ള തമാശയുണ്ടല്ലോ, ഇവിടെയുള്ള മാജിക്കുകളുണ്ടല്ലോ, ഇവിടെയുള്ള സർക്കസുകളുണ്ടല്ലോ, ഇവിടെയുള്ള സിനിമകളുണ്ടല്ലോ, ഇവിടെയുള്ള സിനിമാ താരങ്ങളുണ്ടല്ലോ, ഇവിടെയുള്ള മറ്റെന്തെല്ലാം അലങ്കാരങ്ങളുണ്ടല്ലോ, അതിനൊന്നും നിലനിൽപ്പില്ല മോനെ. ഇവിടെയുള്ള ഒന്നിനും നിലനിൽപ്പില്ല. നിലനിൽപ്പുള്ളത് പാരത്രിക ലോകത്തിനാണ്. വഫിൽ അദാബുൻ ശദീദുൻ വമഗ്ഫിറത്തുൻ മിനല്ലാഹി വറിദ്വാൻ. പാരത്രിക ലോകത്ത് രണ്ട് സെക്ഷനാണ്. ഒരു സെക്ഷൻ എന്താണ്? അദാബുൻ ശദീദ്, കഠിനമായ ശിക്ഷയാണ്. അല്ലാഹു തആല തന്ന അവയവങ്ങൾ, അല്ലാഹു തന്ന ശരീരങ്ങൾ, അല്ലാഹു തന്ന മനസ്സുകൾ, അല്ലാഹു തന്ന സമ്പത്തുകൾ, അല്ലാഹു തന്ന അനുഗ്രഹങ്ങൾ അല്ലാഹുവിന്റെ വഴിയിൽ ചെലവഴിക്കാതെ തോന്നിവാസം ജീവിച്ചവന് കഠിനമായ ശിക്ഷയാണ്. ഇത് പറഞ്ഞിട്ടല്ല പറയുന്നത് വമഗ്ഫിറത്തുൻ മിനല്ലാഹി വറിദ്വാൻ. അല്ലാഹുവിൽ
വിശ്വസിച്ചു, അല്ലാഹുവിനെ പ്രിയം വെച്ചു, അവന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രിയം വെച്ചു, അല്ലാഹുവിനെ അനുസരിച്ചു, ഹബീബായ നബിയെ അനുസരിച്ചു, പണ്ഡിതന്മാരെ സ്വീകരിച്ചു, ആദരിക്കേണ്ടവരെ ആദരിച്ചു, സ്നേഹിക്കേണ്ടവരെ സ്നേഹിച്ചു, പ്രവർത്തിക്കേണ്ടത് പ്രവർത്തിച്ചു, വർജിക്കേണ്ടത് വർജിച്ചു. അങ്ങനെ ജീവിക്കുന്ന മനുഷ്യന് അല്ലാഹുവിൽ നിന്ന് അതുവരെ വന്നുപോയ പാപങ്ങൾ പുറത്തു കൊടുക്കലുണ്ട്. അല്ലാഹുവിന്റെ തൃപ്തിയും ഉണ്ട്. വമൽ ഹയാത്തു ദുനിയാ ഇല്ലാ മതാഉൽ ഗുറൂർ. ഭൗതികമായ ലോകത്തുള്ള സുഖങ്ങൾ, ഇവിടെയുള്ള ജീവിതങ്ങൾ അതൊരു ചതിയാണ് മോനെ. ഒരു തൽക്കാലം കാണിച്ച് പിന്മാറുന്ന വസ്തുവാണ്. തൽക്കാലം ഇങ്ങനെ കാണിക്കും, അതങ്ങ് പിന്മാറും, സംശയമില്ല. നമ്മളൊന്നുകിൽ അതിൽ നിന്ന് പിന്മാറും, അല്ലെങ്കിൽ അത് പിന്മാറും. അതുകൊണ്ടാ മഹാന്മാര് പറഞ്ഞത്, നീ ദുന്യാവിന്റെ ചതിയിൽ പെട്ടുപോകണ്ട, ദുന്യാവിന്റെ ചിരിയിൽ പെട്ടുപോകണ്ട. നിനക്കിവിടെ നിലനിൽപ്പില്ല, നിനക്കിവിടെ നിലനിൽപ്പില്ല. നിലനിൽപ്പുള്ള ലോകത്തിനു വേണ്ടി അധ്വാനിക്കുക, കഠിനാധ്വാനം ചെയ്യുക. ഇത് പറഞ്ഞിട്ട് ഖുർആൻ പിന്നെ പറഞ്ഞതെന്താണ്? സാബിഖൂ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്നത്തിൻ അർളുഹാ കഅർളി സമാഇ വൽ അർള് ഉഇദ്ദത് ലില്ലദീന ആമനൂ ബില്ലാഹി വറസൂലിഹി. അതുവോ ജാഗ്രതയോടെ വരൂ, ജാഗരൂകരായി വരൂ, ഓടി വരൂ. ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും, നിങ്ങളുടെ നാഥന്റെ ഭാഗത്ത് നിന്നുള്ള പൊറുക്കലിലേക്ക് വേഗം വരൂ. വജന്നത്തിൻ അർളുഹാ കഅർളി സമാഇ വൽ അർള്, ആകാശങ്ങളുടെയും ഭൂമികളുടെയും വിശാലതയുള്ള സ്വർഗമുണ്ട് മക്കളെ. നിലനിൽക്കുന്ന ലോകം, ഒരിക്കലും അവസാനിക്കാത്ത ലോകം. നഹ്നുൽ ഖാലിദാത്തു ഫലാ നദീറു നഹ്നുർ റാദിയാത്തു ഫലാ നസ്ഖുതു. തരുണിമണികളായ സ്ത്രീകൾ പാട്ടുപാടി സ്വീകരിക്കുന്ന സ്ഥലം, ഹൂറുലീകൾ വന്ന് സ്വീകരിക്കുന്ന സ്ഥലം. യതൂബാനും മുഹല്ലദൂൻ. അതേ, നല്ല പിഞ്ചുമക്കൾ, നല്ല തരുണിമണികളായ മക്കൾ, നല്ല മുത്തുമണി പോലുള്ള മക്കൾ, സുബ്ഹാനല്ലാഹ്, വന്നിട്ട് ചുറ്റിക്കറങ്ങി വെള്ളം തരുന്ന സ്ഥലം. സുബ്ഹാനല്ലാഹ്, അവിടെയില്ലേ മഹാന്മാരെ ഖുർആനോത്തില്ലേ, സ്വർഗത്തിലുള്ള രാഗങ്ങളില്ലേ. സുബ്ഹാനല്ലാഹ്, അവിടെ ഹൗദുൽ കൗസറിൽ കുടിക്കാനില്ലേ, സ്വർഗത്തിലുള്ള നദികളില്ലേ. നിന്റെ കണ്ണില്ലേ ഏറ്റവും വലിയ കാഴ്ച. ഓ സഹോദരാ, ഇവിടെ വെച്ച് സിനിമ കാണുന്നു പെണ്ണേ, ചോദിക്കട്ടെ, മുഖത്തൂരി സൂര്യൻ ഇങ്ങനെ കറങ്ങുന്നു എന്ന് ഞങ്ങൾക്ക് തോന്നിയിരുന്നു. പ്രശോഭിതമായ മുഖത്തിന്റെ ഉടമ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്ദരമായ മുഖം നോക്കാനുള്ള അവസരമില്ലേ, മഹാന്മാരുടെ മുഖം കാണാനുള്ള അവസരമില്ലേ. സുബ്ഹാനല്ലാഹ്, അവിടെ വരുന്ന മുഅ്മിനീകൾ മുഴുവനും അവിടുന്ന് പറഞ്ഞില്ലേ, അമ്പിയാക്കൾ മാത്രമല്ല, അതേ ഖുർആൻ തന്നെ പറഞ്ഞില്ലേ, അവരെ പ്രകാശം ഇങ്ങനെ പിന്നിലും മുന്നിലുമൊക്കെ പ്രകാശമാണ്. എന്തൊരു പ്രകാശമുള്ള മുഖങ്ങളാണ്, എന്തൊരു പ്രകാശമുള്ള ശരീരങ്ങളാണ്. ആ സ്വർഗത്തിൽ കടക്കുന്ന മഹാന്മാർ എന്ന് മാത്രമാണോ? അതേ, ഇന്നക്കും തുദഊന യൗമൽ ഖിയാമത്തി സിർറൻ മുഹജ്ജലീന മിൻ ആസാരിൽ വുദൂ. വധുവെടുത്ത് നിസ്കരിച്ച മുസ്ലിമീങ്ങളെ, അതിന്റെ പേരിൽ കൈകാലുകൾക്കും അതുപോലെ മുഖത്തിനും പ്രത്യേക പ്രകാശമല്ലേ. ആ പ്രകാശമുള്ള മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്തുകളുള്ള ലോകം, ആ ലോകത്തെക്കുറിച്ച് ഇൻഷാ അല്ലാഹ് ഞാൻ നാളെ പറയാം. സ്വർഗത്തിൽ കടക്കുന്നതിനെ സംബന്ധിച്ച് അത് നാളെ അല്ലാഹു തൗഫീഖ് ചെയ്താൽ പറയാം. പറയട്ടെ, ആ സ്വർഗത്തിൽ അതാ ഇല്ലേ ഒരു കാഴ്ച, അതൊരു വല്ലാത്ത കാഴ്ച തന്നെ. യറാഹുൽ മുഅ്മിനൂന ബിഗൈരി കൈദി വഇദ്റാകിൻ നദറിൻ ലിസാനി ഫയൻസൗന النعيم إذا رأوه فيخسران بالابتذال. ഓ മോനെ, നീ അല്ലാഹുവിനെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ? അഥവാ അല്ലാഹുവിന്റെ സൃഷ്ടികളെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ആ അല്ലാഹു സൃഷ്ടിച്ച പുഷ്പങ്ങൾ എന്തൊരു പരിമളമാണതിന്, എന്തൊരു ഭംഗിയാണതിന്. നല്ല ഒരു പൂ, അതിനെന്തൊരു ഭംഗിയാണ്. ഓ മനുഷ്യ, അമേരിക്കയുടെ പ്രസിഡന്റ് അങ്ങനെ ഒരു പൂ ഉണ്ടാക്കാൻ കഴിയോ?
ലോകത്ത് ഏതെങ്കിലും ഒരു ഭരണാധികാരിക്ക് കഴിയോ അങ്ങനെ ഒരു പുഷ്പം ഉണ്ടാക്കാൻ? അല്ലാഹുവിനല്ലാതെ. പിന്നെ പ്ലാസ്റ്റിക് കൊണ്ട് ഉണ്ടാക്കി മണുണ്ടോ? അല്ലെങ്കിൽ ആ മൃദുലതുണ്ടോ? ആ ഭംഗിയുണ്ടോ? ആർക്ക് കഴിയും ഇവിടെ ഒരു പുഷ്പം ഉണ്ടാക്കാൻ? ആ റബ്ബ് സുബ്ഹാനഹു വ തആല വെച്ച ഭംഗികളുണ്ടോ പറഞ്ഞാൽ തീരുന്നു. നീ മയിലിനെ കണ്ടിട്ടില്ലേ? പൂവൻകോഴിയെ കണ്ടിട്ടില്ലേ? സുബ്ഹാനല്ലാഹ്, എന്തെല്ലാം ഭംഗിയുള്ള ജീവികൾ. നീ ചിത്രശലഭത്തെ കണ്ടിട്ടില്ലേ? എന്തൊരു ഭംഗി. സുബ്ഹാനല്ലാഹ്, നീ മഴവില്ല് കണ്ടിട്ടില്ലേ? എന്തെല്ലാം ഭംഗികൾ ഈ ലോകത്ത് പഠിച്ച റബ്ബ്. ആ റബ്ബ് സുബ്ഹാനഹു വ തആല മോനെ, ആ റബ്ബിനെ കാണാനൊരവസരം, ഈ ഭംഗികളെല്ലാം പടച്ച റബ്ബിനെ കാണാനൊരവസരം. ആ റബ്ബിനെ കാണുന്ന സമയത്ത് ഈമാനുള്ള മുഅ്മിനീങ്ങൾ സ്വർഗത്തിലുള്ള എല്ലാ ആഡംബരങ്ങളും എല്ലാ കാഴ്ചകളും മറന്നുപോയി. വല്ലാത്ത കാഴ്ച തന്നെ. അതൊക്കെയും കിട്ടാനുള്ള മുഅ്മിനീങ്ങളെ, കിട്ടാനുള്ള മുസ്ലിമീങ്ങളെ, ഉമ്മമാരെ, നമ്മളെ കണ്ണ് സിനിമ കണ്ട് ദുഷിപ്പിക്കണോ? സീരിയലിന്റെ മുമ്പിൽ പോയി നിൽക്കണോ? നമ്മുടെ മുൻഗാമികളായ ഉമ്മമാർ യാസീൻ ഓതിയ സമയം, ഖുർആൻ ഓതിയ സമയം, ദിക്ർ ചൊല്ലിയ സമയം നമ്മൾക്ക് അല്ലാഹു തആല പണം തന്നതിനാൽ, അല്ലാഹു തആല വീട്ടിൽ സംവിധാനം തന്നതിനാൽ വേണ്ടാത്ത നോക്കി രസിക്കണോ? നിങ്ങൾക്ക് ആ സമയത്ത് പണ്ഡിതന്മാരെ വാല്യൂ കേട്ടുകൂടെ? അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ സമയത്ത് അതാ ഖുർആൻ ഓതിക്കൂടെ, ദിക്ർ ചൊല്ലിക്കൂടെ? കുറഞ്ഞ സമയം ഈ ഭൂമിലോകത്ത് ജീവിക്കുമ്പോ അല്ലാഹുവിനെ പ്രിയം വെച്ച് അവനിലേക്ക് മുഴുവനും ഒന്ന് തിരിച്ച് ജീവിച്ചുകൂടെ? ഈ കാര്യം നിങ്ങളെ ശ്രദ്ധയിലുണ്ടാകണം. ഞാൻ ദീർഘിപ്പിച്ച് സംസാരിക്കുന്നില്ല. അല്ലാഹു ജല്ല ജലാലുഹു അവൻ പറയുകയാണ്, നിങ്ങൾ സ്വർഗത്തിലേക്ക് ഓടി വരുവീൻ, ആകാശഭൂമികളുടെ വിശാലതയുള്ളതിന് ഉഇദ്ദത്തിലില്ലദീന ആമനൂ ബില്ലാഹി വറസൂലിഹി, അല്ലാഹുവിനെ കൊണ്ടും റസൂലുൽ മുർസലീകളെ കൊണ്ടും വിശ്വസിച്ച സജ്ജനങ്ങൾക്ക് ഒരുക്കപ്പെട്ടതാണത്. ദാലിക ഫളലുല്ലാഹി യുതീഹി മൻ യശാ, അത് അല്ലാഹു ഉദ്ദേശിച്ചവർക്ക് അവൻ കൊടുക്കുന്ന ഔദാര്യമാണ്. അല്ലാഹു ദുൽ ഫളിൽ അളീം, അവൻ വല്ലാതെ കൊടുക്കുന്ന രാജാവ് തന്നെ. ആ രാജാവിന്റെ അനുഗ്രഹത്തിൽ കണ്ണും നട്ട് ജീവിക്കുന്നവരാണ് അല്ലാഹുവിന്റെ സജ്ജനങ്ങൾ കേട്ടോ. അവർക്ക് ഈ ഭൂമി ലോകത്തൊന്നും ഒരു പ്രശ്നമല്ല. അവരെ സംബന്ധിച്ചിടത്തോളം അല്ലാഹുവിനെ സ്നേഹിച്ചുള്ള ജീവിതമാണ്. അതാണ് അല്ലാഹു പറയുന്നത്, ഇദാ മർറൂ ബില്ലഹ്വി മർറൂ കിറാമ. അവർ അനാവശ്യമായ വിഷയങ്ങളുടെ സമീപത്ത് കൂടി നടന്നു പോകേണ്ടി വന്നാൽ തന്നെ അതിലേക്ക് തിരിഞ്ഞു നോക്കാതെ മാന്യന്മാരായി അവർ നടന്നു പോകും. ഈ ഒരു സ്വഭാവം, മോശമായതൊക്കെ അങ്ങ് വർദ്ധിക്കുന്നൊരു സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പകർത്തണം എന്ന് സാന്ദർഭികമായി ഉണർത്തുകയാണ്. സഹോദരന്മാരെ, ഞാൻ ഇന്നലെ കുറച്ച് കവറുകൾ കൊടുത്തയച്ചിരുന്നു സഹോദരിമാർക്കും സഹോദരന്മാർക്കും. നമ്മുടെ കുട്ടികൾ ബേഡ്ജ് ധരിച്ച വളണ്ടിയർമാർ നിങ്ങളെ സമീപിക്കുമ്പോൾ അത് തിരിച്ചു കൊടുക്കണം എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയും കവർ കിട്ടാത്തവർ കവർ വാങ്ങണം എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയും ചെയ്യുകയാണ്. സ്ത്രീകൾ തിങ്ങി നിറഞ്ഞതുകൊണ്ട് കുട്ടികൾക്ക് ചിലപ്പോൾ എല്ലാ സ്ഥലത്തും എത്താൻ കഴിഞ്ഞില്ലെങ്കിൽ അത് നിങ്ങൾ തന്നെ സഹകരിച്ചു കൊടുക്കണമെന്ന് സഹോദരിമാരോട് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരന്മാരെ, ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല. ഒരു കാര്യം നിങ്ങളുടെ മുന്നിൽ പറയാനുണ്ട്. ഇൻഷാ അല്ലാഹ് ഞാനത് കുറച്ച് കഴിയുമ്പോൾ പറയാം. അതിനു മുമ്പ് കുറച്ച് വിഷയങ്ങൾ കൂടി ഞാൻ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. എന്റെ സഹോദരിമാർ പ്രത്യേകം ശ്രദ്ധിക്കണം. ആവശ്യമില്ലാത്ത ഒരു സ്ഥലത്തേക്കും പോയേക്കരുത്. ചില സ്ത്രീകൾ എന്തെങ്കിലും ഒരു പേരും പറഞ്ഞ് ഇറങ്ങി നടത്തും. ഞാൻ മുമ്പ് സൂചിപ്പിച്ചിട്ടുണ്ട്. ഇതിനു മുമ്പ് ഒരു സ്ത്രീ എന്നോട് പറഞ്ഞു, എന്റെ കുറെ എന്തോ ഒരു സാധനം കട്ടി വീഴുക. ഞാൻ പറഞ്ഞു, അള്ളാഹു തിരിച്ചു തരട്ടെ, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാം, ഖുർആനോദ, സലാത്തിയല്ല, അങ്ങനെ അള്ളാഹുവിൽ നിന്ന് കിട്ടാൻ വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. അങ്ങനെ ധാരാളം വിഷയങ്ങളുണ്ട്. ഇൻഷാ അല്ലാഹ് സമയം കിട്ടിയാൽ ഞാൻ നാളെ പറയാം. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം മനുഷ്യത്തിന്റെ വയറ്റിൽ വെച്ച് നടത്തിയ ദുആയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഒരാൾ ആ ദുആ, ആ ദിക്ർ, ആ ദുആ അത് നടത്തിയിട്ട് അള്ളാഹുവിനോട് ഒരു കാര്യം ചോദിച്ചാൽ അള്ളാഹു കൊടുക്കാതിരിക്കൂല. ആ ദിക്ർ ഇതെല്ലാം അതുപോലെ വേറെയും ഒരുപാടുണ്ട്. ഇൻഷാ അല്ലാഹ് സമയം കിട്ടിയാൽ ഞാൻ നാളെ പറയാം. അപ്പൊ അങ്ങനെ ഒരുപാട് ദിക്റുകളും ഔറാദുകളും ഒക്കെ ഉണ്ട് അള്ളാഹുവിൽ നിന്ന് കിട്ടാൻ. അള്ളാഹു തീരുമാനിച്ച് കിട്ടും, അല്ലാതെ കിട്ടില്ല, അത് വേറെ വിഷയം. അള്ളാഹുവിന്റെ തീരുമാനം ഇവിടെ നടപ്പാവും. അത് അള്ളാഹു തന്നെ നമ്മളെ പഠിപ്പിച്ചിട്ടുമുണ്ട്.
അപ്പൊ ഞാൻ പറഞ്ഞു കിട്ടട്ടെ, അള്ളാഹു തരട്ടെ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഈ സ്ത്രീ ചോദിച്ചിട്ടോട് കിട്ടുമോന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ എടുത്തിട്ടില്ല എന്ന്. അപ്പൊ ചില സ്ത്രീകളുടെ ധാരണ എന്താണ്? ഒരു കട്ടുപോയ സാധനം അത് സ്ഥലത്ത് പോയിട്ട് ചോദിച്ചാൽ കിട്ടുമോ ഇല്ലേന്ന് പറഞ്ഞു കൊടുക്കാൻ കഴിയുമെന്നാണ്. ആ ധാരണ തിരുത്തപ്പെടേണ്ടതാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ അതാ അറാഫൻ ഫസഅലഹു അൻ ശൈഇൻ ലം തുഖ്ബൽ ലഹു സലാത്തു 40 ലൈല. കളവ് പോയ സാധനം അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോയ സാധനം, വീടുപോയ സാധനം, അത് എവിടെയുണ്ട്, കിട്ടുമോ എന്ന് അന്വേഷിക്കാൻ വേണ്ടി ജ്യോത്സ്യന്മാരെ, നമ്പൂരിമാരെ, ജ്യോത്സ്യന്മാരെ, കണക്കന്മാരെ ഒക്കെ പോയി സമീപിച്ച്, അല്ലെങ്കിൽ എന്തെങ്കിലും ജിന്ന് സേവയുള്ളവരെ, കുട്ടിച്ചാത്തന്റെ സേവയുള്ളവരെ, അല്ലെങ്കിൽ അതുപോലത്തെ കക്ഷികളെ പോയി സമീപിച്ചിട്ട് ചോദിക്കുന്ന ചില ആളുകൾ ഉണ്ട്. അവരെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, 40 ദിവസം അവരുടെ നിസ്കാരം സ്വീകരിക്കപ്പെടൂല. 40 ദിവസത്തോളം അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചാൽ തന്നെ നിസ്കാരം സ്വീകരിക്കപ്പെടൂല. ഏതെങ്കിലും പണ്ഡിതന്മാരോട് ദുആ ചെയ്യാൻ പറഞ്ഞുകൂടാ എന്നല്ല, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ദിക്റോ സലാത്തോ ഖുർആനോ എന്തെങ്കിലും ഒന്ന് നമുക്ക് പരിഹാരത്തിന് വേണ്ടി ചോദിച്ച് എഴുതി വാങ്ങിക്കൂടാ എന്നോ നടത്തിക്കൂടാ എന്നോ അല്ല, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബർക്കത്തുള്ള വസ്തു അത് കൊണ്ടുവന്ന് നമ്മുടെ വീട്ടിൽ തൂക്കുകയോ മറ്റോ ബർക്കത്തിന് വേണ്ടി ചെയ്തുകൂടാ എന്നല്ല. അത് വേറെ വിഷയമാണ്. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കണ്ണിന് കാഴ്ച കുറഞ്ഞു പോയ സമയത്ത് കുപ്പായം കൊടുത്തയച്ചിട്ട് ആ കുപ്പായം മുഖത്തിട്ടപ്പോൾ കാഴ്ച കിട്ടിയത് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറയുന്നുണ്ട്. ഫാലൂത്ത് എന്ന് പറയുന്ന മഹാനെ അല്ലാഹു തആല നേതാവാക്കി തെരഞ്ഞെടുത്തപ്പോൾ യുദ്ധത്തിൽ വിജയം കൈവരിക്കാൻ വേണ്ടി അല്ലാഹു തആല ഒരു പെട്ടി ഇറക്കി കൊടുത്തു എന്ന് ഖുർആൻ പറയുന്നുണ്ട്. അയ്യത്തിയക്കും താബൂത്ത് ഫീഹി സകീനത്തും മിർ റബ്ബിക്കും വബഖിയത്തും മിമ്മാ തറക ആലു മൂസാ വആലു ഹാറൂൻ. ആ പെട്ടിയിലുള്ളത് മൂസാ നബി അലൈഹിസ്സലാം, ഹാറൂൻ നബി അലൈഹിസ്സലാമിനെ പോലുള്ള മഹാന്മാർ ഉപയോഗിച്ച സാധനങ്ങളാണ്. മഹാന്മാർ ഉപയോഗിച്ച സാധനങ്ങൾ ഉള്ള പെട്ടി, അത് തഹ്മിലുൽ മലായിക, മലക്കുകൾ ചുമന്നുകൊണ്ടുവരുന്നു. അത് താലൂത്തിന്റെ മടിയിൽ വെച്ചു കൊടുക്കുന്നു. ആ പെട്ടിയും ചുമന്നുകൊണ്ടുള്ള യുദ്ധത്തിൽ അല്ലാഹു തആല വിജയം കൊടുക്കുന്നു. അതുണ്ട്. ബഹുമാനപ്പെട്ട ഖാലിദ് ഇബ്നുൽ വലീദ് റളിയല്ലാഹു അൻഹു യുദ്ധത്തിന് പോകുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു മുടി, ഒരു രോമം, അത് അവിടുത്തെ തൊപ്പിയുടെ ഉള്ളിൽ തുന്നി വെച്ചിരിക്കുന്നു. യുദ്ധത്തിൽ വിജയം കിട്ടാൻ വേണ്ടി തുന്നി വെച്ചിരിക്കുന്നു. ബഹുമാനപ്പെട്ട മുആവിയ റളിയല്ലാഹു അൻഹു മഹാനവറുകൾക്ക് മൗത്ത് ഹാജറായപ്പോൾ, മരണം ഹാജരായപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നഖം നേരത്തെ മുറിക്കുന്ന സമയത്ത് എടുത്തു സൂക്ഷിച്ച നഖത്തിന്റെ കഷ്ണമുണ്ട്. ആ കഷ്ണം എടുത്തു കൊടുത്തിട്ട് പറയുന്നു, ഇത് പൊടിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുറിച്ചിട്ട് നഖം പൊടിച്ചിട്ട് ആ പൊടി ഈ മുആവിയ മരണപ്പെട്ടാൽ നിങ്ങൾ മുആവിയുടെ കണ്ണിലും മുആവിയുടെ തൊള്ളയിലും നിങ്ങൾ അങ്ങ് പാറ്റിക്കോളൂ. എന്നിട്ട് നിങ്ങൾ മുആവിയയും അല്ലാഹുവിനെയും അങ്ങ് വിട്ടോളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരത്തിന്റെ നിന്ന് മുറിക്കപ്പെട്ട നഖത്തിന്റെ പൊടി അതെന്റെ കണ്ണിൽ പാറ്റിയതിനു ശേഷം നിങ്ങൾ എന്നെ മാറ്റി നിർത്തിക്കോളൂ. ബർക്കത്തുള്ളതിന് ബർക്കത്തുണ്ട്. അത് നിഷേധിക്കണ്ട. നിഷേധിക്കുന്നത് ഈമാനല്ല, അത് സ്വഹാബത്തിന്റെ വിശ്വാസമല്ല, ഖുർആൻ പഠിപ്പിച്ച വിശ്വാസമല്ല. അതേ സമയത്ത് സഹോദരന്മാരെ, വേണ്ടാത്ത വിശ്വാസങ്ങളും വിചാരങ്ങളും ഉണ്ടാകാൻ പാടില്ല. കളവുപോയ സാധനം അതെവിടെയുണ്ടെന്ന് പറയാൻ ഇന്ന ഒരാൾക്ക് ഇങ്ങ് കഴിയുമെന്ന് മനസ്സിലാക്കി അങ്ങനെ ഒരു ഖണ്ഡിതമായ മറുപടി കിട്ടുമെന്ന നിലക്ക് ഒരാളെടുത്തും പോയി ചോദിക്കാൻ പാടില്ല. അതുപോലെ തന്നെ നക്ഷത്രശാസ്ത്രം കൊണ്ട് വിവരം പറയുന്നവർ, അവരുടെ കണക്കുകൾ അതാ അവലംബിച്ചുകൊണ്ടുള്ള പ്രവർത്തനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മനിഖ്തബസ ഇൽമൻ മിനൻ നുജൂമി ഇഖ്തബസ ശഅബതൻ മിന സിഹ്രി. അത് സിഹറിന്റെ ഒരു ഭാഗമാണ്. പിന്നെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു ഹദീസിൽ പറയുന്നു, മന്നതാ കാഹിനൻ. ഇനി വരുന്ന കാര്യം, പിന്നെ വരുന്ന കാര്യം മുൻകൂട്ടി കണക്കൂട്ടിയിട്ട് പറയാൻ സാധിക്കുമെന്നും ശൈത്താന്റെ സേവ കൊണ്ട് പറയാൻ സാധിക്കുമെന്നുമൊക്കെ വിചാരിച്ചിട്ട് ചില ആളുകളെ സമീപിക്കുന്ന ചില ആളുകളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അങ്ങനെ ഒരു വിചാരത്തോടുകൂടി വല്ല കണക്കന്മാരെടുക്കലും, ഏതെങ്കിലും കണിക്കന്മാരെടുക്കൽ, ഏതെങ്കിലും ജ്യോത്സ്യന്മാരുടെ അടുക്കൽ ആരെങ്കിലും ചെന്നിട്ട് അദ്ദേഹം പറഞ്ഞു നേരാണെന്നൊരു മനുഷ്യൻ മനസ്സിലാക്കിയാൽ, അല്ലെങ്കിൽ മെൻസസുള്ള സമയത്ത് ഒരാൾ ഭാര്യയുമായി ബന്ധപ്പെട്ടാൽ, അല്ലെങ്കിൽ സ്വന്തം ഭാര്യയുടെ മലദ്വാരത്തിൽ വന്നവരും അതാ വികാരശമനത്തിന് വേണ്ടി ബന്ധപ്പെട്ടാൽ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു ഇറക്കി കൊടുത്ത ഖുർആനിൽ നിന്ന് അവൻ ഒഴിഞ്ഞു നിന്നവനായിപ്പോയി.
3 കാര്യമാ പറഞ്ഞത്. ഒന്ന് ഭാര്യയുടെ മലദ്വാരത്തിൽ ബന്ധപ്പെടുക, മറ്റൊന്ന് പറഞ്ഞത് മെൻസസുള്ള സമയത്ത് അവളുടെ മുൻദ്വാരത്തിൽ ബന്ധപ്പെടുക, മറ്റൊന്ന് പറഞ്ഞത് അതേ പിന്നെ വരുന്ന കാര്യം കണക്ക് കൂട്ടി പറഞ്ഞു തരുമെന്ന നിലക്ക് ആരുടെയെങ്കിലും ജ്യോത്സ്യന്മാരെ സമീപിക്കുക. ഇക്കാര്യം ചെയ്തവൻ പരിശുദ്ധ ഖുർആനിൽ നിന്ന് മാറി നിന്നവനായി എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹദീസിൽ പഠിപ്പിക്കുന്നത് കേട്ടോ. അതുകൊണ്ട് ഉമ്മമാരെ എവിടേക്കെങ്കിലും ഇറങ്ങി നടന്ന് പോകണ്ട എന്ന് പ്രത്യേകമായി ഉണർത്തുകയാണ്. ജിന്ന് സേവക്കാരുണ്ട്. ജിന്ന് സേവക്കാരുടെ പ്രവർത്തനങ്ങൾ കണ്ടിട്ട് അവർ ചിലപ്പോൾ ചില സംഗതികൾ പറയുന്നത് കേട്ടിട്ട് നിങ്ങൾ പെട്ടുപോകണ്ട. ഒന്നുകൂടി പറയുന്ന ഈ അടുത്ത കാലത്ത് തുടങ്ങിയൊരു സൂക്കേടുണ്ട് എന്നാ, ഈ ഉമ്മാന്റെ മേല് മടവൂർ ശൈഖ്, മറ്റേ അയാള് അജ്മീർ ശൈഖ് ഹാജരാകുന്ന അയാളെ ശരീരത്തില്, പിന്നെ മുഹീദ്ദീൻ ശൈഖ് പെട്ടെന്ന് വരുന്നു, കുറച്ചേമ നിഫായി ശൈഖും വരുന്നു, ചിലപ്പോ ബദരീങ്ങളും വരുന്നു. ഓ മനുഷ്യ പെട്ടുപോകണ്ട. ബദരീങ്ങളും മുഹീദ്ദീൻ ശൈഖും അമ്പിയാക്കളും ഒക്കെ അവർക്കൊക്കെ ഉള്ള വലിയ പവറുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷെ അവർക്ക് പണി കാണുന്ന മനുഷ്യന്മാരെ ശരീരത്തിൽ കയറലല്ല, ഏതെങ്കിലും പെണ്ണിന്റെ ശരീരത്തിൽ കയറലല്ല. ആ മഹാന്മാർ അവർക്ക് ലഹുമായ റബ്ബിഹിം, റബ്ബിന്റെ അടുക്കൽ അവർ ഉദ്ദേശിക്കുന്ന സംഗതികളുണ്ട്. ആ ഉദ്ദേശിക്കുന്ന ചിലപ്പോൾ അവർക്ക് ആവശ്യമുള്ള അവരുമായി ബന്ധപ്പെടുന്നവർക്ക് മലക്കുകളെ അയച്ചിട്ട് ചില സംഗതികൾ ചെയ്തു കൊടുത്തേക്കും. അതുപോലെ തന്നെ അവർക്ക് ഖിദ്മത്തെടുക്കുന്ന ജിന്നുകളും ഉണ്ടാകാം. അതേസമയം ഞാൻ നിങ്ങളോട് പറയട്ടെ, ആ മഹാന്മാരായ ആളുകൾ അവരുടെ അർവാഹികൾ ആത്മാക്കൾ മഹത്വമുള്ള ചില സ്ഥലങ്ങളിൽ പങ്കെടുത്തു എന്നും വരാം. പക്ഷേ മനുഷ്യ ശരീരത്തിൽ അവർ കയറിയിട്ട് സംസാരിക്കുകയെന്നൊരു ഏർപ്പാട് നമ്മളെ മുൻഗാമികളാരും പറഞ്ഞു കാണുന്നില്ല, ചെയ്തു കാണുന്നില്ല. അതുകൊണ്ട് ഈ അടുത്ത കാലത്ത് തുടങ്ങിയൊരു സൂക്കേടാണത്. അതൊക്കെ ജിന്നിന്റെ കളിയാണ് കേട്ടോ, ജിന്നിന്റെ കളിയാണ്. ചില ശബ്ദം മാറിയിട്ടും അല്ലാതെയും ഒക്കെ സംസാരിക്കുന്നതൊക്കെ കേൾക്കുമ്പോ ഇതൊക്കെ ഔലിയാക്കളാണ് പറയുന്നതെന്ന് മനസ്സിലാക്കി പെട്ടുപോകണ്ട. ഞാൻ പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് എന്റെ സഹോദരിമാരെയും സഹോദരന്മാരെയും. അതെ, അങ്ങനെ ഔലിയാക്കൾക്ക് കാണുന്ന പെണ്ണിന്റെ മേലെ കയറി സംസാരിക്കലല്ല പണി. അതുപോലെ ഇന്ന് വരെ അതാ ഒരു തെക്കുവയുമില്ലാതെ നടന്നവന്റെ ശരീരത്തിൽ കയറലല്ല ഔലിയാക്കൾക്ക് പണി. ചില ആളുകൾ ഇപ്പൊ സുബ്ഹാനല്ലാഹ് ഏജൻസി തുറക്കുകയാണ്, മടവൂരിന്റെ ഏജൻസി, അതുപോലെ തന്നെ അതാ മറ്റൊരു ഏർവാടിയുടെ ഏജൻസി, അജ്മീറിന്റെ ഏജൻസി എന്ന് പറഞ്ഞ് ഏജൻസി പണി തുടങ്ങുന്ന ചില ആളുകളുമുണ്ട്. അതിലധികവും തട്ടിപ്പുകളാണ് കേട്ടോ. അതിലൊന്നും മുസ്ലിം പണ്ഡിതന്മാരെ അംഗീകാരമില്ലാതെ വിവരക്കേടുകൊണ്ട് പെട്ടുപോകണ്ട എന്ന് പ്രത്യേകം ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. എന്റെ സമീപത്ത് വലിയൊരു ചെറുപ്പക്കാരൻ, കുറേ ആളുകൾ പല സംഗതിക്കും വേർപ്പിക്കാൻ വന്നിട്ടുണ്ട്. അപ്പൊ കൂട്ടത്തിൽ എല്ലാവരും പോയി കഴിഞ്ഞവരെ ആ ചെറുപ്പക്കാരൻ കാത്തുന്നു. വേറെ ആളുണ്ട്, നമ്മളെ ഈ നാട്ടിന്റെ അടുത്താണ്, സ്ഥലം ഞാൻ പറയൂല, എന്റെ അടുത്താണ്. അങ്ങനെ എല്ലാം കഴിഞ്ഞിട്ട് ആ ചെറുപ്പക്കാരൻ വേറെ കൂട്ടുകാരനുണ്ട്, രണ്ടാൾ കൂടി സമീപിച്ച് ഞാൻ ചോദിച്ചാൽ എന്താ ഇവർക്ക് എന്തോ സ്വകാര്യം പറയാണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ മറ്റോ മാറിയിരുന്നപ്പോൾ എന്നോട് പറഞ്ഞു, ഞാൻ വിവാഹം കഴിക്കണോ വിചാരിച്ച് നാട്ടിൽ വന്നാണ്, വിദേശത്ത് പോക്കാണ്. അങ്ങനെ വന്നപ്പോ ഇവിടെ അദ്ദേഹം പറഞ്ഞു, നാദാമൂർത്തി അടുത്തുള്ള ഒരു തങ്ങൾ എന്നെ കൂട്ടിയിട്ട് ഒരു സ്ഥലത്ത് പോയി. അങ്ങനെ കൂട്ടിപ്പോയിട്ട് ആ ചെന്ന സ്ഥലത്ത് ചെന്നപ്പോ അയാളൊരു ശൈഖാണെന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ അയാൾ എന്ത് പറഞ്ഞു, 10,000 റുപ്യ നമുക്കൊരു കുത്തുബിയെ തയ്ക്കണം. ആ 10,000 റുപ്യ ഇയാൾ കൊടുക്കാൻ തീരുമാനിക്കുകയും ചെയ്യും. അങ്ങനെ ഈ ചെറുപ്പക്കാരൻ എന്നോട് പറഞ്ഞു, ഉസ്താദ് ഞാന് 10,000 റുപ്യ കൊണ്ടുകൊടുത്തു. ഈ ഷെയ്ഖാണെന്ന് പറയുന്ന കണ്ണൂർ ജില്ലയിലാണ് ഷെയ്ഖ് അന്നുള്ളത്, ഇപ്പോൾ അള്ളാഹുവിനറിയാം. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, ഞാൻ 10,000 റുപ്യ കൊണ്ട് കൊടുത്തു. ഷെയ്ഖ് ഒരു ദിവസം ചെല്ലാൻ പറഞ്ഞ് രാത്രി ഞാൻ പോയി, പൈസ എന്നോട് വാങ്ങി. അങ്ങനെ റൂമിന്റെ ഉള്ളിലേക്ക് എന്നെ കയറ്റി, കുത്തുബിയത്ത് എല്ലാനും തന്നെ കയറ്റിയത്. പിന്നെ എന്താ ചെയ്തത് എനിക്ക് ചെയ്യുമെന്ന് വെച്ച് പറയാൻ പറ്റില്ല. വാതിലടച്ചു, കടുത്ത തോന്നിവാസം എല്ലാം ചെയ്തു. ഇതൊക്കെ കൂടി ചെയ്തിട്ട് എന്റെ ശരീരം മുഴുവൻ അയാൾ സ്പർശിച്ചു, എല്ലാ തോന്നിവാസവും അദ്ദേഹം ചെയ്തു. ഇപ്പോൾ എനിക്ക് ശാരീരികമായി എനിക്ക് ലൈംഗികമായി ശക്തിയില്ല, എന്റെ വിവാഹത്തെ നടന്നിട്ടില്ല, ഞാൻ കുടുങ്ങിയിട്ടുള്ളത് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ ഒരാളത്ത് പോകുമ്പോൾ ഏതെങ്കിലും ഒരു മുസ്ലിംമാരോട് ചോദിച്ചുകൂടായിരുന്നോ, ഒരു കാര്യമുള്ള ഒരാളോട് അന്വേഷിച്ചിട്ട് പോയിക്കൂടായിരുന്നോ? അപ്പൊ ഈ ചെറുപ്പക്കാരന്റെ മറുപടി, ഉസ്താദെ നിങ്ങളൊരു ദിവസം നാദാവർക്ക് വയലും കഴിഞ്ഞിട്ട് വണ്ടി ഇറങ്ങുന്ന സമയത്ത് ഞാൻ വണ്ടിയിൽ പോകുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ നിങ്ങൾക്ക് ഒരു കൈകൾ തരണമെന്ന് വിചാരിച്ചിട്ട് ഞാൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങാൻ നോക്കി. അപ്പൊ എന്റെ കൂടെ ഉള്ള പറഞ്ഞു, മൊയ്ലാമാരെ കൈപിടിക്കാൻ വല്ല കാഫറായി പോകും. ഷെയ്ഖ് പറഞ്ഞു പോലും മൊയ്ലാമാരെ കൈപിടിക്കാൻ വല്ല കാഫറായി പോകും.
അപ്പൊ പിന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും എനിക്കൊന്നും താരാറ് വെക്കണ്ടായിട്ട് ഞാൻ പിടിക്കാതെ പോയതാണ്. ഞാൻ പിന്നെ അപ്പൊ 10,000 മാറ്റി കിട്ടുമെന്ന് നോക്ക്. എന്തായിരിക്കാതെ ദിക്കറും പറഞ്ഞു വിട്ടെന്റെ ചങ്ങാതിയെ. ദിക്കറ് ഞാൻ വാങ്ങിച്ചു. അദ്ദേഹത്തിന് എനിക്ക് എന്റെ ഗുരുനാഥന്മാര് പറഞ്ഞു തന്ന ഒരു മന്ത്രം മന്ത്രിച്ചിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് പ്രശ്നമൊന്നും തരഞ്ഞു പോയിക്കോ, കല്യാണം ഒക്കെ വെക്കാതെ അൽഹംദുലില്ലാ കുട്ടി കല്യാണം കഴിച്ചുമ്പോൾ കുട്ടിയായിട്ടുണ്ടാവുന്ന വിചാരിക്കുന്ന സ്ഥലമൊന്നും എടുത്തു വെക്കണ്ട. അപ്പോ അങ്ങനത്തെ ഒരു ലോകമാണ്. അതുകൊണ്ട് എന്റെ മുസ്ലിമീങ്ങൾ വളരെ നന്നായി മനസ്സിലാക്കാം. പണം പിടുങ്ങാൻ വേണ്ടി, സ്ഥാനം കിട്ടാൻ വേണ്ടി എന്തെല്ലാം തട്ടിപ്പുകളും വെട്ടിപ്പുകളുമാണ് നടക്കുന്നത്. അതിലൊന്നും എന്റെ സഹോദരിമാരെ പെട്ടുപോകണ്ട.